സീരിയൽ കില്ലേഴ്സിന്റെ നിരവധി കഥകൾ നമ്മൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില കഥകൾക്ക് മാത്രം ഒരു മുന്നറിയിപ്പ് കൊടുക്കാറുമുണ്ട്. അതുപോലെ ഒരു മുന്നറിയിപ്പ് ഈ കഥയ്ക്കും തരികയാണ്. പ്രായപൂർത്തിയാകാത്തവരും ലോലമനസ്കരും, പ്രത്യേകിച്ച് ഗർഭിണികളും ഈ വീഡിയോ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഫാമിലി ആയിട്ട് വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ നിർത്തുക. നിർബന്ധമാണെങ്കിൽ പ്രൈവറ്റായിട്ട് ഹെഡ്ഫോൺ ഉപയോഗിച്ച് മാത്രം വീഡിയോ കാണുക. നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്തൊരു ക്രൂരൻ്റെ കഥയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതൊരു ചരിത്രമാണ്. ഒരു കൊലയാളി രക്തം കൊണ്ട് രചിച്ച രക്തചരിത്രം. ഇതിൽ പല കാര്യങ്ങളും പച്ചയ്ക്ക് പറയും. അതുകൊണ്ടാണ് പ്രായപൂർത്തിയായവർ മാത്രം കാണുക എന്ന ഹെഡിങ് കൊടുക്കുന്നത്. വിശ്വാസം വരുന്നില്ല അല്ലേ? നിങ്ങളുടെ ക്യൂരിയോസിറ്റി കൂടുവാൻ വേണ്ടി നോയൽ ചെയ്യുന്ന തള്ളാണെന്ന് ചിലരെങ്കിലും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടി ഈ കഥയിലെ ചെറിയൊരു ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട്, അതും ഏറ്റവും കടുപ്പം കുറഞ്ഞ ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻട്രോയിലേക്ക് പോകാം. അതിനുശേഷം കാണുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. 1928 ജൂൺ 3 ഞായറാഴ്ച, 406W 15-ാം നമ്പർ സ്ട്രീറ്റ്. ഗ്രേസ് എൻ്റെ മടിയിലിരുന്നു. എന്നെ നിഷ്കളങ്കമായിട്ട് ചുംബിച്ചു. അവളെ ഭക്ഷിക്കുവാനായിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി. ഞാനൊരു പാർട്ടിയിലേക്ക് പോവുകയാണെന്ന് അവളോട് പറഞ്ഞു. അപ്പോൾ അവളും എൻ്റെ കൂടെ വരുമെന്ന് ശാഠ്യം പിടിച്ചു. ഞാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. ഞാൻ ഇതിനോടകം തിരഞ്ഞെടുത്ത വെസ്റ്റ് ചെസ്റ്ററിലെ ഒരു ആളൊഴിഞ്ഞ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഞാൻ അവളോട് പുറത്തു നിൽക്കുവാനായിട്ട് പറഞ്ഞു. അവൾ കാട്ടുപൂക്കളും നുള്ളിയെടുത്തുകൊണ്ട് ഉദ്യാനത്തിൽ ഉല്ലസിച്ചു. ഞാൻ ആ വീടിൻ്റെ മുകളിലേക്ക് പോയി. എന്നിട്ട് എൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി. അല്ലെങ്കിൽ അവയിൽ രക്തം പറ്റുമെന്ന് എനിക്കറിയാം. എല്ലാം തയ്യാറായപ്പോൾ ഞാൻ ജനാലയുടെ ഭാഗത്തേക്ക് നീങ്ങി അവളെ അകത്തേക്ക് വിളിച്ചു. അവൾ മുറിയിൽ എത്തും വരെ ഞാൻ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നു. പിന്നെ പെട്ടെന്ന് അവൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നെ പൂർണ്ണ നഗ്നനായിട്ട് കണ്ടപ്പോൾ അവൾ പേടിച്ച് കരയുവാൻ തുടങ്ങി. പിന്നെ താഴേക്ക് പടികൾ ഇറങ്ങി ഓടുവാൻ ശ്രമിച്ചു. ഞാൻ അവളെ ബലമായിട്ട് പിടിച്ചു നിർത്തി. അവൾ കരഞ്ഞുകൊണ്ടും അമ്മയോട് എല്ലാം പറയുമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം അവളെ നഗ്നയാക്കി. അവൾ എന്നെ തുഴിക്കുകയും കടിക്കുകയും മാന്തുകയും ചെയ്തു. ഒടുവിൽ ഞാൻ അവളെ ശ്വാസം മുട്ടിച്ചു കൊന്നു. എന്നിട്ട് അവളെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു. എനിക്കപ്പോൾ വേണ്ട മാംസം മാത്രം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. അവളുടെ ചെറിയ നിതംബം അടുപ്പത്ത് വെച്ച് വറുത്തത് എത്ര മധുരവും മൃദുലവും രുചികരവുമായിരുന്നുവെന്നോ. അവളുടെ ശരീരം മുഴുവൻ കഴിച്ചു തീർക്കുവാൻ എനിക്ക് 9 ദിവസമെടുത്തു. ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ അവളെ ഭോഗിച്ചില്ല. അവൾ ഒരു കന്യകയായിട്ട് മരിച്ചു. ഒരു കൊലയാളി അവൻ്റെ 10 വയസ്സുള്ള ഇരയുടെ അമ്മയ്ക്ക് നേരിട്ടെഴുതിയ കത്തിലെ വരികളാണിത്. തൻ്റെ മകൾ നേരിട്ട് ആ ക്രൂരത വായിച്ച ആ അമ്മ ബോധം കെട്ട് വീണുപോയി. ഇനി ഇൻട്രോയിലേക്ക് പോവാം. സീരിയൽ കില്ലേഴ്സിൻ്റെ ഇടയിൽ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുന്നത് വേറെ അർത്ഥത്തിലാണ്. ഏറ്റവും നരാധമനായിട്ടുള്ള മനുഷ്യൻ എന്ന അർത്ഥത്തിൽ. അവൻ്റെ പേര് ആൽബർട്ട് ഫിഷ് എന്നാണ്. അതുപോലെ സീരിയൽ കില്ലർമാരെ പിന്തുടർന്ന് വേട്ടയാടിയ ഡിറ്റക്റ്റീവുകൾക്കിടയിൽ ഒരു യൂണിവേഴ്സൽ സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിൽക്കിംഗ് ആയിരിക്കും. അദ്ദേഹത്തിനൊരു സല്യൂട്ട്. വിൽക്കിംഗ് ആൽബർട്ട് ഫിഷിനെ വേട്ടയാടിയത് ഇതിഹാസ തുല്യമായൊരു സംഭവം തന്നെയായിരുന്നു. ഞാൻ ഇത്രയും കാലം ചെയ്തതിൽ വെച്ച് ഏറ്റവും ക്രൂരമായൊരു കഥയാണിത്. അത് നിങ്ങളും സമ്മതിക്കും. സീരിയൽ കില്ലർമാരുടെ കഥകൾ പറയുമ്പോൾ പൊതുവെ കണ്ടുവരുന്നത് കൊലയാളിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. എന്നാൽ അവരെ വേട്ടയാടിയ പോലീസിനെ കുറിച്ച് അധികമെങ്ങും കേൾക്കാറില്ല, ആരും പറയാറുമില്ല. എന്നാൽ ഈ കഥയിലൊരു മാറ്റമുണ്ട്. കൊലയാളിയെ അല്ല, അവനെ പിടികൂടിയ ഡിറ്റക്റ്റീവിനെയാണ് ഇവിടെ ഉയർത്തിക്കാട്ടുന്നത്. അതിന് കാരണം വെൽ ഡോക്യുമെൻ്റ് ആയ കേസുകളിൽ ഒന്നാണിത്. 1924 ജൂലൈ 14 സ്റ്റേറ്റൻ ഐലൻഡിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആർതർ മക്ഡൊണാൾഡ്. ഭാര്യയുടെ പേര് അന്ന മക്ഡൊണാൾഡ്. ഇവർക്ക് 3 കുട്ടികളാണ്, ഫ്രാൻസിസ് ആൻഡ് ആൽബർട്ട്. അപ്പോൾ സമയം ഉച്ച കഴിഞ്ഞ് 4:30 ആയിരുന്നു. ഫ്രാൻസിസും ആൽബർട്ടും വീടിന് പുറത്ത് കളിക്കുകയാണ്. അന്നയാകട്ടെ അവരുടെ കളിയും നോക്കിയിരിക്കുന്നു. അതേ സമയത്ത് അവരുടെ വീടിൻ്റെ മുൻപിലുള്ള റോഡിലൂടെ ഒരു വൃദ്ധൻ നടന്നു വരുന്നത് അവർ കണ്ടു. അയാൾ കൈകൊണ്ട് വിചിത്രമായിട്ടുള്ള ചില ആംഗ്യങ്ങൾ കാണിക്കുന്നുമുണ്ട്. അതേ സമയത്താണ് വീടിൻ്റെ ഉള്ളിൽ നിന്നും 3ാമത്തെ കുട്ടിയായ അനാബൽ കരയുന്നത് അവൾ കേട്ടത്. അന്ന കുട്ടിയെ നോക്കുവാനായിട്ട് ഉള്ളിലേക്ക് പോയി. അപ്പോൾ താൻ കാത്തിരുന്ന അവസരം വന്നുവെന്ന് മനസ്സിലായ വൃദ്ധൻ നേരെ ആ കുട്ടികളുടെ അടുത്തേക്ക് നടന്നു. ഒരു മരത്തിന് മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് അയാൾ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിന്നു. ഇതിനിടെ വളരെ യാദൃശികമായിട്ട് ഫ്രാൻസിസ് മരത്തിന് മറഞ്ഞു നിന്നുകൊണ്ട് തങ്ങളെ നോക്കുന്ന വൃദ്ധനെ കാണുകയാണ്. കുട്ടി തന്നെ കണ്ടുവെന്നും മനസ്സിലായതും അയാൾ അവനോട് തൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് കൈകൊണ്ടൊരാംഗ്യം കാണിച്ചു വിളിച്ചു. 9 വയസ്സുള്ള ഫ്രാൻസിസ് നേരെ ആ മരത്തിൻ്റെ അടുത്തേക്ക് നടന്നു. വൃദ്ധൻ കുട്ടിയോട് സ്വകാര്യമായിട്ട് എന്തോ പറഞ്ഞു. അതിനുശേഷം ഇരുവരും മരങ്ങൾക്കിടയിലേക്ക് നടന്നു. അതേ സമയത്ത്
ഇതൊന്നും അറിയാതെ അന്ന അല്പസമയം കഴിഞ്ഞ് വീടിൻ്റെ പുറത്തേക്ക് വന്നു. ആൽബർട്ടിനെ മാത്രമാണ് അവൾ അവിടെ കണ്ടത്. ഫ്രാൻസിസ് അപ്രത്യക്ഷമായിരിക്കുന്നു. ചുറ്റിനും പരിസരത്തും എല്ലാം നോക്കി. കുട്ടിയെ കാണുവാനില്ല. അപ്പോഴേക്കും സമയം രാത്രിയായി. ആർതർ വീട്ടിലെത്തി. ഫ്രാൻസിസിനെ കാണുവാനില്ല എന്ന് അന്ന ഭർത്താവിനെ അറിയിച്ചു. താൻ കുട്ടി കാണാതാകും മുൻപ് വിചിത്രമായിട്ട് വേഷം ധരിച്ച ഒരാളെ കണ്ടുവെന്നും കുട്ടി കാണാതായതിൻ്റെ പിന്നിൽ അയാളായിരിക്കുമെന്നും അന്ന കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയാൾ വേഗം പോലീസിൽ വിവരം അറിയിച്ചു. ആർതറിൻ്റെ സഹപ്രവർത്തകരായ പോലീസ് ഓഫീസർമാർ വേഗം സ്ഥലത്ത് വരികയും അവരും അയൽവാസികളും ചേർന്ന് വീടും പരിസരവും അരിച്ചു പെറുക്കുകയും ചെയ്തു. സമയം രാത്രിയായതുകൊണ്ട് അന്വേഷണം അധികം മുൻപോട്ട് പോയില്ല. അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും തിരച്ചിൽ തുടങ്ങി. ഇത്തവണ അധികം സമയം എടുത്തില്ല. വീടിനടുത്തു നിന്നും വെറും 100 യാർഡുകൾ മാത്രം ദൂരെയായിട്ട് മരങ്ങൾ തിങ്ങി നിറഞ്ഞൊരു വനപ്രദേശത്ത് വെച്ച് ഫ്രാൻസിസിനെ അവർ കണ്ടെത്തി. കുട്ടിയുടെ ജഡം ഒരു വൃക്ഷത്തിൻ്റെ കീഴിൽ ഇലകൾ കൊണ്ട് പാതിയോളം മൂടി മറച്ച നിലയിലായിരുന്നു. അവൻ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്നു. കൊലയാളി അവൻ്റെ വസ്ത്രത്തിലുള്ള ഒരു ഇലാസ്റ്റിക് സ്ട്രാപ്പ് ഉപയോഗിച്ചാണ് കുട്ടിയെ കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മക്ഡൊണൽഡിൻ്റെ കാലുകളിലും അടിവയറ്റിലും വളരെയധികം മുറിവുകൾ ഉണ്ടായിരുന്നു. അവൻ്റെ ഇടതു തുടയിലെ മാംസം ഒരായുധം ഉപയോഗിച്ച് നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ വളരെ വിചിത്രമായൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കൊലയാളി കുട്ടിയുടെ മാംസം അറുത്തെടുത്തെങ്കിലും അവിടെ എങ്ങും തന്നെ നിലത്തോ ഇലകളിലോ ഒരു തുള്ളി ചോര പോലും ഇല്ലായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? അവർക്ക് അതിന് യാതൊരു ഉത്തരവുമില്ലായിരുന്നു. എന്നാൽ ആ സമയത്ത് പോലീസിന് ഒരു കാര്യം അറിയില്ലായിരുന്നു. ആ കൊലയാളി ഫ്രാൻസിസിൻ്റെ മാംസം മുറിച്ച സമയത്ത് പുറത്തേക്ക് ചീറ്റിയ രക്തം ഒരു വാമ്പയറിനെ പോലെ ഒരു തുള്ളി പോലും നിലത്ത് കളയാതെ ഉറിഞ്ചി കുടിച്ചിരുന്നു എന്ന്. ഫ്രാൻസിസ് ഒരു തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷം ആ പ്രദേശത്തു നിന്ന് നിരവധി കുട്ടികൾ ഒന്നിനു പിന്നാലെ ഒന്നെന്ന പോലെ അപ്രത്യക്ഷമാകുവാൻ തുടങ്ങി. ചാരനിറത്തിൽ മീശയുള്ള ഒരു വൃദ്ധനാണ് ഫ്രാൻസിസിനെ കൂട്ടിക്കൊണ്ടു പോയത് എന്ന് സഹോദരൻ ആൽബർട്ട് പോലീസിനോട് പറഞ്ഞു. അടുത്തുള്ള കാടുകളിലേക്ക് പുല്ലുകൾ നിറഞ്ഞ പാതയിലൂടെ ആൽബർട്ട് പറഞ്ഞ വിവരണവുമായിട്ട് പൊരുത്തപ്പെടുന്നൊരു വൃദ്ധൻ ഒരു ആൺകുട്ടിയുമായിട്ട് നടന്നു പോകുന്നത് താനും കണ്ടുവെന്ന് മറ്റൊരു പ്രദേശവാസിയും പോലീസിനോട് പറഞ്ഞു. അന്നേ ദിവസം താനും ആ മനുഷ്യനെ കണ്ടിരുന്നുവെന്ന് ഫ്രാൻസിസിൻ്റെ അമ്മയായിട്ടുള്ള അന്നയും മാധ്യമങ്ങളോട് പറഞ്ഞു. അന്ന പറഞ്ഞ റിപ്പോർട്ട് ഇങ്ങനെയാണ്. അയാൾ തെരുവിലൂടെ ഇടറി നടക്കുകയും കൈകൊണ്ട് വിചിത്രമായിട്ടുള്ള ചില ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നു. അവന് കട്ടിയുള്ള ചാരനിറത്തിലുള്ള മുടിയും ചാരനിറത്തിലുള്ള മീശയും ഉണ്ടായിരുന്നു. ഞാനത് കണ്ടതാണ്. അവൻ ധരിച്ചിരുന്ന വസ്ത്രമടക്കം എല്ലാം തന്നെ ഗ്രേ കളറായിരുന്നു. അതോടെ മാധ്യമങ്ങൾ നിഗൂഢനായിട്ടുള്ള അപരിചിതനെ ദി ഗ്രേമാൻ എന്ന് വിശേഷിപ്പിച്ചു. മക്ഡൊണാൾഡ് കാണാതായ ദിവസം പോർട്ട് റിച്ച്മണ്ടിന് ചുറ്റും അപരിചിതനായിട്ടുള്ള ഒരാളെ താൻ കണ്ടുവെന്ന് സ്റ്റാറ്റൻ ദ്വീപിലെ കർഷകനായ ഹാൻസ് കീൽ പറഞ്ഞു. മറ്റ് ധാരാളം ആളുകളും ഗ്രേമാനെ കണ്ടിരുന്നു. പോലീസ് വ്യാപകമായിട്ട് അന്വേഷിച്ചുവെങ്കിലും ആ അജ്ഞാതനെ മാത്രം കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. 1927 ഫെബ്രുവരി 11 3 വയസ്സുകാരനായ ബില്ലി ബീറ്റണും 12 വയസ്സുള്ള അവൻ്റെ സഹോദരൻ ബിയോട്ടനും ബ്രൂക്ലിനിലെ അപ്പാർട്ട്മെൻറ്റ് ഇടനാഴി വെച്ച് 4 വയസ്സുകാരനും അവരുടെ അയൽവാസിയുമായിട്ടുള്ള ബില്ലി ഗാഫ്നിയുമായിട്ട് കളിക്കുകയായിരുന്നു. എന്തോ ആവശ്യത്തിന് ബിയോട്ടൻ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. മടങ്ങി വന്നപ്പോൾ 2 ആൺകുട്ടികളെയും കാണുവാനില്ലായിരുന്നു. അവർ അപ്രത്യക്ഷരായിരിക്കുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ അപ്പാർട്ട്മെൻറ്റുകളുടെ മേൽക്കൂരയിൽ ഇരിക്കുന്ന നിലയിൽ ബില്ലി ബീറ്റനെ കണ്ടെത്തി. ബില്ലി ഗാഫ്നി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ബീറ്റൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ബൂഗിമാൻ അവനെ പിടിച്ചുകൊണ്ടുപോയി. ഗാഫ്നിയുടെ മൃതദേഹം ഒരിക്കലും കണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല. അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ സീരിയൽ കില്ലറായിട്ടുള്ള പീറ്റർ കുട്സ്നോവ്സ്കിയെ പോലീസ് സംശയിച്ചിരുന്നു. പോലീസ് ബീറ്റൻ പറഞ്ഞത് വെച്ച് ബൂഗിമാൻ്റെ ഒരു ചിത്രം വരച്ചു. പിന്നെ അത് പത്രങ്ങൾക്ക് നൽകി. ഇതിനിടെ പോലീസിന് മറ്റൊരു വിവരം കിട്ടി. ബ്രൂക്ലിനിൽ ട്രോളി ഓടിക്കുന്ന ജോസഫ് മീഹാൻ എന്ന ഒരാൾ പത്രത്തിൽ വന്ന ദി ഗ്രേമാൻ്റെ ചിത്രം കണ്ടിരുന്നു. 1927 ഫെബ്രുവരി 11, അതായത് ഗാഫ്നി കാണാതായ ദിവസം താൻ ആ വൃദ്ധനെ കണ്ടുവെന്ന് അയാൾ പറഞ്ഞു. ജോസഫ് മീഹാൻ കണ്ട കാഴ്ച ഇതാണ്. ഒരു ട്രോളിയും തള്ളിക്കൊണ്ട് ഗ്രേമാൻ പോകുന്നു. ആ ട്രോളിയിൽ ഒരു കൊച്ചുകുട്ടി ഇരിപ്പുണ്ട്. അവനോട് മിണ്ടാതിരിക്കുവാനായിട്ട് വൃദ്ധൻ പറയുന്നുണ്ടായിരുന്നു. ആ ആൺകുട്ടി ജാക്കറ്റ് ധരിച്ചിരുന്നില്ല. അവൻ അമ്മയെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. ട്രോളിയിൽ നിന്നും പുറത്തേക്ക് അയാൾ കുട്ടിയെ വലിച്ചഴിച്ചു. ബൂഗിമാൻ എന്ന് ബില്ലി ബീറ്റൻ പറഞ്ഞ വൃദ്ധനോട് നല്ല സാമ്യമുണ്ടായിരുന്നു അയാൾക്ക്. എന്നാൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു തുമ്പും കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ബില്ലി ഗാഫ്നിക്ക് അന്ന് എന്താണ് സംഭവിച്ചത്? അത് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കാണും. അങ്ങനെ ഇരിക്കെ 1928 മെയ് 27 ന്യൂയോർക്ക് വേൾഡ് ടെലഗ്രാം എന്ന ന്യൂസ് പേപ്പറിൽ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞുള്ള എഡിഷനിൽ ഒരു പരസ്യം വരികയാണ്. 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ ജോലി അന്വേഷിക്കുന്നു. വിലാസം എഡ്വേർഡ് ബുഡ്, 406 വെസ്റ്റ് 15 സ്ട്രീറ്റ്. ആൽബർട്ട് എന്ന ദരിദ്രനായ ഒരാളും അയാളുടെ ഭാര്യയായിട്ടുള്ള ഡെലിയ ബുഡും അവരുടെ 5 മക്കളിൽ മൂത്തവനായ എഡ്വേർഡിനു വേണ്ടിയാണ് ആ പരസ്യം നൽകിയത്. ഈ കുടുംബം ഒരു ചെറിയ ബേസ്മെൻറ്റ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അക്കാലത്ത് അമേരിക്ക സാമ്പത്തിക മാന്ദ്യം മൂലം നട്ടം തിരിയുന്ന സമയമാണ്.
എല്ലായിടത്തും ദാരിദ്ര്യം കുടികുത്തി വാഴുന്നു. മൂത്തവനായിട്ടുള്ള എഡ്വേർഡിന് എന്തെങ്കിലും ജോലി ലഭിച്ചാൽ അത് ആ കുടുംബത്തിന് വലിയ സഹായമാകുമായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ പരസ്യം നൽകിയത്. പരസ്യം വന്നതിൻ്റെ പിറ്റേ ദിവസം ഉച്ചതിരിഞ്ഞ് അവരുടെ വാതിലിൽ ആരോ മുട്ടി. ആ സമയത്ത് വീട്ടിൽ തനിച്ചായിരുന്നു ഡെലിയ വുഡ്. അവർ വാതിൽ തുറന്നു. വാതിൽക്കൽ ചെറിയ ശരീരമുള്ള ഒരു മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു. ഏകദേശം 5.5 അടി ഉയരവും 130 പൗണ്ട് തൂക്കവും അയാൾക്ക് കാണും. ഒരു 3 പീസ് നേവി ബ്ലൂ സൂട്ട്, നീല ഷർട്ട്, കറുത്ത ഫെൽറ്റ് തൊപ്പി, പുറത്ത് ഉപയോഗിക്കുന്ന മിനുക്കിയ കറുത്ത പരുക്കൻ ഷൂ എന്നിവയായിരുന്നു അയാളുടെ വേഷം. വെളുത്ത മുടിയും നനവാർന്ന നീലക്കണ്ണുകളും അയാൾക്കുണ്ടായിരുന്നു. 60 വയസ്സ് പ്രായം അയാൾക്ക് കാണുമെന്ന് ഡെലിയ ഊഹിച്ചു. ചുരുക്കത്തിൽ അയാൾ വളരെ നന്നായിട്ട് ജീവിക്കുന്ന ഒരു പണക്കാരനെ പോലെയാണ് കാണപ്പെട്ടത്. എന്നാൽ ആ മനുഷ്യൻ്റെ വേഷവും മാന്യമായ രൂപവുമായിട്ട് ബന്ധമില്ലാത്ത ഒരേ ഒരു കാര്യം അയാളുടെ പല്ലുകളായിരുന്നു. അവയിൽ ചിലത് നഷ്ടപ്പെട്ടിരുന്നു, ചിലതാകട്ടെ പൊട്ടിത്തകർന്ന് കറ പിടിച്ചിരുന്നു. ഒരു മൃഗത്തിൻ്റെ പല്ലുകളാണ് അത് കണ്ടപ്പോൾ ഡെലിയയ്ക്ക് തോന്നിയത്. തൻ്റെ പേര് ഫ്രാങ്ക് ഹൊവാർഡ് എന്നയാൾ സ്വയം പരിചയപ്പെടുത്തി. താൻ ഒരു കർഷകനാണെന്നും എഡ്വേർഡിൻ്റെ പരസ്യം യാദൃശ്ചികമായിട്ട് കണ്ടുവെന്നും തൻ്റെ ഫാമിൽ ജോലി ചെയ്യുവാൻ അവന് താല്പര്യമുണ്ടോ എന്നറിയുവാനും അതേക്കുറിച്ച് അവനുമായിട്ട് സംസാരിക്കുവാനുമാണ് താൻ വന്നത് എന്ന് അയാൾ പറഞ്ഞു. ഡെലിയ വലിയ പ്രതീക്ഷയോടെ അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് എഡ്വേർഡ് വന്നു. നന്നായിട്ട് വസ്ത്രം ധരിച്ച ആ വൃദ്ധനോട് അവനും മതിപ്പ് തോന്നി. അയാളുടെ കീഴിൽ ജോലി എടുക്കുവാനായിട്ട് അവനും താല്പര്യം പ്രകടിപ്പിച്ചു. ലോങ് ഐലൻഡിലെ ഫാമിംഗ് ഡേലിൽ തനിക്കൊരു ഫാം ഉണ്ടെന്നും ബിസിനസ് പച്ചപിടിച്ച് വരുന്ന സമയമായതുകൊണ്ട് തന്നെ സഹായിക്കുവാനായിട്ട് ആരെങ്കിലും വേണ്ടതുണ്ടെന്നും ഹോവാർഡ് ആ കുടുംബത്തോട് പറഞ്ഞു. ആഴ്ചയിൽ $15 നൽകുവാനായിട്ട് താൻ തയ്യാറാണെന്നും പറഞ്ഞു. അക്കാലത്ത് അതൊരു വലിയ തുകയായിരുന്നു. ഹൊവാർഡ് മുൻപോട്ട് വെച്ച ഓഫറിൽ അവർക്ക് സന്തോഷമായി. പ്രത്യേകിച്ചും അയാളുടെ ആഡംബരം നിറഞ്ഞ വേഷവിധാനം ബുഡു ഫാമിലിയിൽ വലിയ മതിപ്പുളവാക്കിയിരുന്നു. ഇതൊന്നും കൂടാതെ സംഭാഷണത്തിൻ്റെ ഇടയിൽ ഒരു ഘട്ടത്തിൽ ഹൊവാർഡ് ആ ദരിദ്ര കുടുംബത്തിൻ്റെ കണ്ണും മഞ്ഞളിപ്പിക്കുന്ന, അവരുടെ ശ്വാസം മുട്ടിക്കുന്ന ഒരു പ്രകടനം നടത്തുകയുണ്ടായി. $1 കെട്ട് അയാൾ പുറത്തെടുത്ത് അവരെ കാണിച്ചു. സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആ കുടുംബത്തിന് അതൊരു വിസ്മയകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ഹൊവാർഡ് എഡ്വേർഡിന് തൻ്റെ ഫാമിൽ ജോലി നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ എഡ്വേർഡ് വലിയ സന്തോഷത്തോടെ തൻ്റെ സുഹൃത്തായ ബില്ലി കോർമാന് കൂടി ഫാമിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു. ഹൊവാർഡ് അവനും ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. അടുത്ത ശനിയാഴ്ച താൻ തിരിച്ചെത്താമെന്നും എന്നിട്ട് ഇരുവരെയും തൻ്റെ ഫാമിലിക്ക് കൊണ്ടുപോകാമെന്നും അയാൾ അവരോട് പറഞ്ഞു. അങ്ങനെ അടുത്ത ശനിയാഴ്ച വരികയാണ്. ഹൊവാർഡ് എഡ്വേർഡിനെയും സുഹൃത്ത് വില്ലിയെയും കൊണ്ടുപോകുവാനായിട്ട് വരുന്നത് നോക്കി വുഡ് കുടുംബം ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ ഹൊവാർഡ് അന്ന് വന്നില്ല. പകരം വന്നൊരു കത്ത് അവർക്ക് കിട്ടുകയാണ്. ആ കത്ത് എഴുതിയത് ഹൊവാർഡായിരുന്നു. തനിക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ബിസിനസ് ആവശ്യത്തിനായിട്ട് ന്യൂ ജേഴ്സിയിലേക്ക് പോകേണ്ടി വന്നുവെന്നും അടുത്ത ദിവസം താൻ അവരുടെ വീട്ടിൽ എത്തുമെന്നും അതിൽ എഴുതിയിരുന്നു. ഇത്തവണ ഹൊവാർഡ് കൃത്യം വാക്ക് പാലിച്ചു. അടുത്ത ദിവസം രാവിലെ 11 മണിയോടെ അയാൾ ആ കുടുംബത്തിലേക്ക് വരികയാണ്. ജോലിക്ക് തയ്യാറായിട്ടുള്ള ആൺകുട്ടികളെ തൻ്റെ ഫാമിലിക്ക് കൊണ്ടുപോകുവാനായിട്ട് അയാൾ തയ്യാറായി. എന്നാൽ അന്ന് ഹൊവാർഡ് അല്പം നേരത്തെയാണ് എത്തിയത്. അതുകൊണ്ട് എഡ്വേർഡും വില്ലിയും പോകുവാനായിട്ട് തയ്യാറായിരുന്നില്ല. ഹൊവാർഡും ബുഡു ഫാമിലിയും എഡ്വേർഡും വില്ലിയും വരുവാൻ വേണ്ടി സ്വീകരണ മുറിയിൽ കാത്തു നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. അവരുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായ 10 വയസ്സുകാരി ഗ്രേസ് വുഡ് അവിടേക്ക് കടന്നു വന്നു. ഗ്രേസ് വളരെയധികം മെലിഞ്ഞ, നിരന്തരമായിട്ടുള്ള അസുഖം മൂലം എല്ലും തോലുമായ ദുർബലയായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവൾ ഏറ്റവും നല്ല വസ്ത്രമാണ് അണിഞ്ഞിരുന്നത്. അവളുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് ധരിച്ച വസ്ത്രമായിരുന്നു അത്. 3 ആഴ്ച മുൻപാണ് ഗ്രേസ് ആദ്യ കുർബാന സ്വീകരിച്ചത്. ഗ്രേസിൻ്റെ ഇരുണ്ട തവിട്ട് നിറമുള്ള മുടി ബോബ് ചെയ്തിരുന്നു. അവളുടെ വലിയ നീലക്കണ്ണുകൾ കൗതുകം മൂലം മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഗ്രേസ് എത്ര സുന്ദരിയായിട്ടുള്ള കുട്ടിയാണെന്ന് ഹൊവാർഡ് പറഞ്ഞു. ഇത് കേട്ട അവൾ ഉടൻ തന്നെ വൃദ്ധൻ്റെ അടുത്തേക്ക് വന്ന് അയാളുടെ മടിയിലിരുന്നു. ഹൊവാർഡ് അവളുമായിട്ട് പണം എണ്ണുന്ന ഒരു കളിയിൽ ഏർപ്പെട്ടു. അയാളുടെ കയ്യിൽ $91 ഉണ്ടായിരുന്നു. അത് അക്കാലത്തെ വലിയൊരു തുകയാണ്. ആ പണം ഗ്രേസിന് എണ്ണുവാനായിട്ട് അയാൾ കൊടുത്തു. എണ്ണുവാനുള്ള കുട്ടിയുടെ കഴിവിന് സമ്മാനം എന്നോണം അയാൾ മിഠായി വാങ്ങുവാനായിട്ട് ആ കുട്ടിക്ക് $1 നൽകി. ശേഷം ഹൊവാർഡ് കുട്ടിയുടെ മാതാപിതാക്കളോട് ഇങ്ങനെ പറഞ്ഞു: കൊളംബസ് അവന്യൂവിലെ 137ാമത്തെ സ്ട്രീറ്റിൽ തൻ്റെ സഹോദരി താമസിക്കുന്നുണ്ട്. സഹോദരിയുടെ മകൾക്ക് ഇന്നാണ് ജന്മദിനം. അതുകൊണ്ടൊരു പാർട്ടി അവിടെ നടത്തുന്നുണ്ട്. ഫാമിലിക്ക് പുറപ്പെടും മുൻപ് തനിക്ക് ആ പാർട്ടിയിൽ പങ്കെടുക്കണം. ഗ്രേസിനെ കൂടി ഈ പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അമ്മയായ ഡെലിയ വുഡിന് അതിനോട് യോജിപ്പില്ലായിരുന്നു. കുട്ടി രോഗിയാണ്, അതുകൊണ്ട് കൊണ്ടുപോകണ്ട എന്നവർ പറഞ്ഞു. പക്ഷെ അവളുടെ ഭർത്താവ് ആൽബർട്ട് ഗ്രേസിനെ കൊണ്ടുപോകുവാനായിട്ട് അനുവദിച്ചു. ഗ്രേസ് ഈ നിലവറ പോലെയുള്ള അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇടയ്ക്കെങ്കിലും പുറത്തു പോയിട്ട് പുറം ലോകമൊക്കെ ഒന്ന് കാണട്ടെ എന്ന് അയാൾ പറഞ്ഞു. വാസ്തവത്തിൽ തൻ്റെ മകന് നല്ല ശമ്പളമുള്ള ഒരു ജോലി നൽകുവാനായിട്ട് തയ്യാറായി വന്ന ഈ മാന്യ വ്യക്തിയെ പിണക്കണ്ട എന്ന് വിചാരിച്ചാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കുട്ടിയുമായിട്ട് താൻ തിരികെ വരുമെന്ന് ഹൊവാർഡ് അവരോട് പറഞ്ഞു.
ഗ്രേസ് വേഗം ചാരനിറത്തിലുള്ള ഒരു കോട്ടും ധരിച്ച് ഹൊവാർഡിനൊപ്പം പുറപ്പെട്ടു. ആൽബർട്ടും ഡെലിയായും പുറത്തേക്ക് അവരെ അനുഗമിച്ചു. ഗ്രേസും ഹൊവാർഡും പരസ്പരം കൈകൾ കോർത്ത് 9th അവന്യൂവിലൂടെ നടന്നകന്നു. ഡെലിയ ബുഡിന് തൻ്റെ മകൾ അകന്നകന്നു പോകുന്നത് നോക്കി നിന്നപ്പോൾ ഉപബോധ മനസ്സിൽ എന്തോ ഒരു അരുതായിക തോന്നി. അവരുടെ കാഴ്ചയിൽ നിന്നും മറയുന്ന ഒരു വളവ് തിരിയുന്നതിൻ്റെ തൊട്ടു മുൻപ് ഗ്രേസ് തിരിഞ്ഞു നിന്ന് ഉച്ചത്തിൽ മാതാപിതാക്കളോട് എന്തോ വിളിച്ചു പറഞ്ഞു. പക്ഷെ അവൾ എന്താണ് പറഞ്ഞതെന്ന് വീട്ടുകാർക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ബുഡു ഫാമിലിക്ക് വളരെ ലളിതമായൊരു വസ്തുത അറിയുമായിരുന്നുവെങ്കിൽ ഗ്രേസ് ബുഡ് ജീവിച്ചിരുന്നേനെ. കാരണം കൊളംബസ് അവന്യൂ 105ാമത്തെ സ്ട്രീറ്റ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അപ്പുറം സ്ട്രീറ്റ് ഇല്ലായിരുന്നു. ഹൊവാർഡ് അവരോട് പറഞ്ഞതാകട്ടെ 137ാമത്തെ സ്ട്രീറ്റിലാണ് തൻ്റെ സഹോദരിയുടെ താമസമെന്നാണ്. പറഞ്ഞ സമയത്ത് ഹൊവാർഡ് പെൺകുട്ടിയുമായിട്ട് മടങ്ങിയെത്തിയില്ല. അവർ എവിടെയാണെന്ന് വീട്ടുകാർ ആശങ്കയോടെ ചിന്തിച്ചു. എഡ്വേർഡും വില്ലിയും അപ്പോഴേക്കും ജോലിക്ക് പോകുവാൻ തയ്യാറായിട്ട് വന്നിരുന്നു. ആൽബർട്ടിനും ഡെലിയായ്ക്കും ഹൊവാർഡിനും ഗ്രേസിനും എന്തോ വലിയ അപകടം പറ്റിയെന്നായിരുന്നു വിചാരം. അല്ലെങ്കിൽ അവർ വരേണ്ട സമയം പണ്ടേ കഴിഞ്ഞതാണ്. അവിശ്വസനീയമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ആ വീട്ടുകാർ പിന്നീട് ചെയ്തത്. ആൽബർട്ടും ഡെലിയായും പിറ്റേന്ന് രാവിലെ വരെ മകൾ കാണാതായി എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തില്ല. കുട്ടി കാണാതായിട്ട് അടുത്ത ദിവസമാണ് അവർ പോലീസിൽ പരാതി നൽകിയത്. ഗ്രേസ് കാണാതായ സമയത്ത് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മിസ്സിംഗ് പേഴ്സൺസ് ബ്യൂറോ രൂപീകരിച്ചിരുന്നു. കാണാതായവരെ കണ്ടെത്തുന്ന ചുമതലയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടായിരുന്നത്. അവർ 2 ഡിറ്റക്റ്റീവുകളെ ഗ്രേസിൻ്റെ മാതാപിതാക്കളെ കാണുവാനും അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അറിയുവാനുമായിട്ട് അയച്ചു. അവരെ കാണുവാനായിട്ട് പോയ ഡിറ്റക്റ്റീവിൽ ഒരാളുടെ പേര് വിൽക്കിങ് എന്നായിരുന്നു. നമ്മുടെ കഥയിലെ ഹീറോ. നല്ല അച്ചടക്കവും കൃത്യനിഷ്ഠയും വിട്ടുവീഴ്ചയില്ലാത്ത കർശന സ്വഭാവക്കാരനുമായിരുന്നു വിൽക്കിങ്. നല്ലൊരു ദേശസ്നേഹിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ. എങ്കിലും അയാൾക്കൊരു ദോഷമുണ്ടായിരുന്നു. കടുത്ത പുകവലിക്കാരനായിരുന്നു വിൽക്കിങ്. ഗ്രേസ് എന്ന കുട്ടിയെ ഒരു വൃദ്ധൻ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത അതിവേഗം എല്ലായിടത്തും പടർന്നു. താമസിയാതെ പത്രക്കാർ 406 വെസ്റ്റ് 15ാം സ്ട്രീറ്റിൽ തടിച്ചു കൂടുകയാണ്. ഹൊവാർഡിനെയും പെൺകുട്ടിയെയും കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുവാനായിട്ട് ബുഡ് ഫാമിലിയുടെ പിന്നാലെ അവർ കൂടി. ഇതൊരു വലിയ വാർത്തയായി. എല്ലാ പത്രങ്ങളും അതീവ പ്രാധാന്യത്തോടെ മുൻ പേജിൽ തന്നെ ഈ കിഡ്നാപ്പിംഗ് കേസ് അച്ചടിച്ചു. അതോടെ പോലീസിനും വലിയ സമ്മർദ്ദമായി. ഗ്രേസ് അടക്കം ഇന്നുവരെ കാണാതായിട്ടുള്ള കുട്ടികളെ കണ്ടെത്തുവാനും അവർക്ക് എന്തു പറ്റിയെന്ന് കണ്ടെത്തുവാനും മിസ്സിംഗ് പേഴ്സൺസ് ബ്യൂറോ മേധാവി 50 ഡിറ്റക്റ്റീവുകളുടെ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. അതിൻ്റെ തലവനായിട്ട് വിൽക്കിങ്ങിനെ നിയമിച്ചു. വിൽക്കിങ്ങിന് ഗ്രേസ് ബുഡ് ഇതിനോടകം മരിച്ചിരിക്കാമെന്ന് ചെറിയൊരു സംശയമുണ്ടായിരുന്നു. എന്നാൽ അയാളെ ഞെട്ടിച്ച ഒരു വസ്തുത ഇതാണ്: ഒരാൾ പൊതുവഴിയിലൂടെ ഒരു കൊച്ചു പെൺകുട്ടിയുമായിട്ട് അപ്രത്യക്ഷമായിരിക്കുന്നു, അതും യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ. ഇത് അയാളെ വെറി പിടിപ്പിച്ചു. അവൻ ആരായാലും അവനെ താൻ പിടികൂടുമെന്ന ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു. ഡിറ്റക്റ്റീവുകൾ 100 കണക്കിന് ആളുകളെ നേരിൽ കണ്ട് സംസാരിച്ചു. അവർ ബുഡ് ഫാമിലിയുടെ വീട് മുഴുവനും ഫിംഗർ പ്രിൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അരിച്ചു പെറുക്കി. ഹൊവാർഡ് ബുഡുകൾക്ക് അയച്ച കത്തിൻ്റെ പിന്നാലെയും അന്വേഷണം നീണ്ടു. വെസ്റ്റേൺ യൂണിയനിലെ മുഴുവൻ ടെലഗ്രാഫ് ജീവനക്കാരെയും അവർ വിശദമായിട്ട് ചോദ്യം ചെയ്തു. ഒരു സംഘം ഡിറ്റക്റ്റീവുകൾ ഹൊവാർഡ് എന്ന പേരിൽ ഒരു ഫാം ഉടമയുണ്ടോ എന്നറിയുവാനായിട്ട് ഹർമിംഗ്ഡെയിലേക്ക് പുറപ്പെട്ടു. അവിടെയുള്ള ഫാം ഉടമകളെ അവർ ചോദ്യം ചെയ്തു. എന്നാൽ അവർക്കാർക്കും ഹൊവാർഡ് എന്ന പേരുള്ള ഒരു വ്യക്തി ഫാം നടത്തുന്നതായിട്ട് അറിയില്ലായിരുന്നു. കിട്ടാവുന്ന എല്ലാ ലീഡുകളും അവർ പിന്തുടർന്നു. പക്ഷേ അന്വേഷണം തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് ഒന്നും തന്നെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ഒടുവിൽ അമേരിക്കൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഈ കേസ് മടുത്തു. ഈ കേസ് അന്വേഷിച്ച ടാസ്ക് ഫോഴ്സ് അംഗങ്ങളെ പുതിയ പുതിയ കേസുകളിലേക്ക് അവർ നിയമിച്ചു. ക്രമേണ ഇതൊരു ഓപ്പൺ കേസും അതോടൊപ്പം കോൾഡ് കേസുമായിട്ട് മാറുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വരെ ഇതേക്കുറിച്ച് മറക്കുവാൻ തുടങ്ങി. പക്ഷേ ഒരാൾ മാത്രം ഒന്നും മറന്നില്ല. അത് വിൽക്കിങ് ആയിരുന്നു. കുട്ടികൾ കാണാതായ കേസ് അന്വേഷിക്കുന്ന ഒപ്പം തന്നെ അദ്ദേഹത്തിന് മറ്റ് കേസുകളും കൈകാര്യം ചെയ്യുവാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏത് വിധേനയും ഈ കേസ് പരിഹരിക്കണമെന്ന വാശിയും ഉണ്ടായിരുന്നു. ഗ്രേസിൻ്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലീഡ് അല്ലെങ്കിൽ മറ്റൊരു ലീഡ് എന്ന കണക്കിൽ ഈ കേസിൻ്റെ പിന്നാലെ അയാൾ പോകാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് വിൽക്കിങ്ങിന് കിട്ടിയ ലീഡുകളിൽ ചിലത് സാധാരണക്കാരിൽ നിന്നുമായിരുന്നു. ഗ്രേസിൻ്റെ തിരോധാനം മാധ്യമങ്ങളിൽ ആദ്യം വന്നപ്പോൾ അത് വലിയ വാർത്തയായപ്പോൾ പലരും ബുഡ് ഫാമിലിക്ക് സഹതാപം നിറഞ്ഞതും അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നതുമായിട്ടുള്ള നിരവധി എഴുത്തുകൾ അയച്ചിരുന്നു. കുട്ടിയെ അവിടെ കണ്ടു, അല്ലെങ്കിൽ ഇവിടെ കണ്ടു, പോലീസ് സംശയിക്കുന്ന വൃദ്ധനെ അവിടെ കണ്ടു, അല്ലെങ്കിൽ ഇവിടെ കണ്ടു എന്ന് തുടങ്ങിയ കത്തുകളായിരുന്നു അത്. ഇത്തരം കത്തുകൾ അവർ പോലീസിന് കൈമാറി. അതിൻ്റെ പിന്നാലെ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. പോലീസ് സജീവമായ അന്വേഷണം നിർത്തിയ ശേഷവും ഇത്തരം എഴുത്തുകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരുന്നു. ഗ്രേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എഴുത്തുകൾ തുറക്കാതെ തന്നെ ഏൽപ്പിക്കണമെന്ന് വിൽക്കിങ് ബുഡുകൾക്ക് നിർദ്ദേശം നൽകി. എങ്കിലും അവരത് തുറന്നു വായിച്ചിരിക്കും. ബുഡു ഫാമിലിയുമായിട്ട് വിൽക്കിങ്ങിന് സൗഹാർദ്ദപരമായിട്ടുള്ളൊരു ബന്ധമില്ലായിരുന്നു. ഒരു മുരടൻ പോലീസുകാരനായിരുന്നു അദ്ദേഹം. എങ്കിലും അയാൾക്കൊരു കാര്യം അറിയാമായിരുന്നു: ആ കുടുംബം കുട്ടിയെ കണ്ടെത്തുവാനായിട്ട് വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട്. ആഴ്ചകൾ മാസങ്ങളായി, പിന്നീടത് വർഷങ്ങളിലേക്ക് കടന്നു.
ഗ്രേസ് വുഡ് ഹൊവാർഡിനൊപ്പം അപ്രത്യക്ഷമായിട്ട് ഇപ്പോൾ 6 വർഷത്തിലധികമായി. എങ്കിലും വിൽക്കിങ് തൻ്റെ അന്വേഷണം നിർത്തിയില്ല. ഈ കേസിനെക്കുറിച്ച് അന്വേഷിക്കാത്ത ഒരു ദിവസം പോലും അയാളുടെ ജീവിതത്തിലില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥർ വരെ അയാളെക്കുറിച്ച് ആശങ്കപ്പെടുവാൻ തുടങ്ങി. 1934 തുടക്കത്തിൽ വിൽക്കിങ് മറ്റ് കേസുകളിൽ രാവും പകലും ജോലി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഗ്രേസ് വുഡ് അപ്രത്യക്ഷമായതിനെക്കുറിച്ചും അന്വേഷിച്ചുകൊണ്ടിരുന്നു. അമിത അധ്വാനം മൂലം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു. 3 മാസം വിൽക്കിങ്ങിന് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ഡിസ്ചാർജ് ചെയ്യും മുൻപ് ഡോക്ടർമാർ വിൽക്കിങ്ങിനോട് വിശ്രമം നിർബന്ധമാണ്, അമിതമായിട്ട് ജോലി ചെയ്യരുത് എന്ന് മുന്നറിയിപ്പ് നൽകി. കിങ്ങിൻ്റെ അവസ്ഥ പരിഗണിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തെ ഓഫീസ് ജോലിക്ക് നിയോഗിച്ചു. പക്ഷേ അതുകൊണ്ടും അദ്ദേഹം അടങ്ങിയില്ല. എത്ര ചെറിയ തെളിവ് കിട്ടിയാലും കിഡ്നാപ്പറെ കണ്ടെത്തുവാനായിട്ട് അദ്ദേഹം ഉത്സാഹത്തോടെ ചാടി പുറപ്പെടും. അയാൾക്ക് ഓരോ ലീഡും ഓരോ പുതിയ പ്രതീക്ഷകളായിരുന്നു. അങ്ങനെ ഇരിക്കെ 1934 നവംബർ 2 വിൽക്കിങ്ങിന് ഡെലിയ വുഡിൽ നിന്നും ഒരു സന്ദേശം വരികയാണ്. അവൾക്ക് ഒരു കത്ത് ലഭിച്ചുവെന്നും അതിൽ ഗ്രേസിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന ഒരു വിവരമുണ്ടെന്നും വിൽക്കിങ്ങിന് ആ എഴുത്ത് കാണുവാനായിട്ട് ആഗ്രഹമുണ്ടോ എന്നും അവൾ ചോദിച്ചു. അദ്ദേഹം എത്രയും വേഗം ആ എഴുത്ത് തൻ്റെ അടുത്ത് എത്തിക്കുവാനായിട്ട് പറഞ്ഞു. എഡ്വേർഡ് വുഡ് ഉടൻ തന്നെ കത്ത് വിൽക്കിങ്ങിനെ എത്തിച്ചു. വിൽക്കിങ് എഴുത്ത് തുറന്ന് ശ്രദ്ധാപൂർവം വായിച്ചു. ആ കത്തിലെ ഉള്ളടക്കം അയാളെ ഞെട്ടിച്ചു, അമ്പരപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ വിൽക്കിങ്ങിന് തനിക്ക് ഇത് വെച്ച് ഒരു ലീഡ് കിട്ടുമെന്നൊരു തോന്നലുണ്ടായി. ചെറിയ കയ്യക്ഷരത്തിൽ ഒരു പേന കൊണ്ട് എഴുതിയതായിരുന്നു അത്. വുഡ് ഫാമിലിക്ക് വർഷങ്ങൾക്ക് മുൻപ് ഹൊവാർഡ് അയച്ച കത്തിലെ കയ്യക്ഷരവും ഇപ്പോൾ തൻ്റെ കൈവെള്ളയിൽ ഇരുന്ന് വിറയ്ക്കുന്ന കത്തിലെ കയ്യക്ഷരവും ഒന്നു തന്നെയാണ്. രണ്ടും എഴുതിയത് ഒരാളാണ്. വിൽക്കിങ് എഡ്വേർഡ് വുഡ് കൊണ്ടുവന്ന കത്ത് വായിച്ചു. അതിലെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: മൈ ഡിയർ മിസ്സിസ് ബേർഡ്, 1894 എൻ്റെ ഒരു സുഹൃത്ത് ടാക്കോമ എന്നൊരു ആവിയന്ത്ര കപ്പലിൽ ഒരു ഡെക്ക്ഹാൻഡായിട്ട് ജോലി നോക്കിയിരുന്നു. അവൻ്റെ പേര് ക്യാപ്റ്റൻ ജോൺ ഡേവിസ് എന്നാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ചൈനീസ് ഹോങ്കോങ്ങിലേക്ക് വ്യാപാര ആവശ്യത്തിന് വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന ഒരു കപ്പലായിരുന്നു അത്. ഒരിക്കൽ പതിവ് പോലെ കപ്പൽ ഹോങ്കോങ്ങിൽ നങ്കൂരമിട്ടു. എൻ്റെ സുഹൃത്തും പിന്നെ 2 പേരും ചേർന്ന് മദ്യപിക്കുവാനായിട്ട് പുറത്തേക്ക് പോയി. എന്നാൽ അവർ മടങ്ങിയെത്തിയപ്പോഴേക്കും കപ്പൽ അവരെ കൂട്ടാതെ തുറമുഖം വിട്ടു പോയിരുന്നു. അക്കാലത്ത് ചൈനയിൽ പട്ടിണി കൊടികുത്തി വാണിരുന്നു. വെറും $1 മുതൽ $3 വരെ മുടക്കിയാൽ നിങ്ങൾക്ക് എന്തു തരത്തിലുള്ള മാംസവും 1 പൗണ്ട് തൂക്കത്തിൽ സുലഭമായിട്ട് വാങ്ങുവാനായിട്ട് കഴിയും. ഇവിടെയുള്ള ദരിദ്ര ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ വളരെ വലുതായിരുന്നു. ആഹാരത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ തങ്ങളുടെ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ വിൽക്കുമായിരുന്നു. കുട്ടികളെ വാങ്ങുന്നവർ മറ്റുള്ളവരുടെ വിശപ്പകറ്റുവാനായിട്ട് അവരെ ജീവനോടെ സൂക്ഷിച്ചിരുന്നു. എന്തിനേറെ 14 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി പോലും തെരുവിൽ സുരക്ഷിതരായിരുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി സ്റ്റീക്ക് ചോപ്സോ അല്ലെങ്കിൽ സ്റ്റൂ മീറ്റോ ആവശ്യപ്പെട്ടാൽ കടക്കാരൻ നഗ്നനാക്കി നിർത്തിയ ഒരു ആൺകുട്ടിയെയോ അല്ലെങ്കിൽ പെൺകുട്ടിയെയോ നിങ്ങളെ കാണിക്കും. അവരുടെ ശരീരഭാഗം ഏതു വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എങ്കിലും അവരുടെ പൃഷ്ഠഭാഗമാണ് ഏറ്റവും മധുരവും മൃദുലവും രുചിയുള്ളതുമായിട്ടുള്ള മാംസം. അത് വെച്ചവർ വീൽ കട്ട്ലേറ്റ് ഉണ്ടാക്കി വിൽക്കും. വില അല്പം കൂടുമെന്ന് മാത്രം. എൻ്റെ സുഹൃത്ത് ആ നാട്ടിൽ കുറച്ചു കാലം താമസിച്ചു. അങ്ങനെയാണ് അവൻ മനുഷ്യമാംസത്തിൻ്റെ സ്വാദ് അറിഞ്ഞത്. അവിടെ നിന്നും അവൻ തിരികെ മടങ്ങിയത് 7 വയസ്സും 11 വയസ്സുമുള്ള 2 ആൺകുട്ടികളെയും മോഷ്ടിച്ചുകൊണ്ടാണ്. തൻ്റെ വീട്ടിലെ ക്ലോസറ്റിൽ അവർ കെട്ടിയിട്ടു. എല്ലാ ദിവസവും നിരവധി തവണ ജോൺ അവരെ വടികൊണ്ടടിക്കുമായിരുന്നു. അവരുടെ മാംസം മൃദുലമാകുവാനായിരുന്നു അയാൾ അങ്ങനെ ചെയ്തത്. ജോൺ ആദ്യം കൊന്നത് 11 വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു. കാരണം അവനാണ് തടിച്ചു കൊഴുത്തത്. കൂടാതെ അവന് വലിയ നിതംബവും ഉണ്ടായിരുന്നു. അവനെ ഒന്നടങ്കം തലയും എല്ലുകളും കുടലും ഒഴിവാക്കി അയാൾ ആഹരിച്ചു. ഒരു ഓവനിൽ അവൻ്റെ നിതംബം മുഴുവനുമായിട്ട് മുറിച്ചെടുത്ത് ജോൺ വേവിച്ചു. ബാക്കിയുള്ള മാംസം അയാൾ ബോയിൽ ചെയ്തും ബ്രോയിൽസ് ചെയ്തും വറുത്തും സ്റ്റൂ ഉണ്ടാക്കിയും കഴിച്ചു. അടുത്ത ഊഴം 7 വയസ്സുകാരൻ്റെ ആയിരുന്നു. ആദ്യത്തെ പയ്യൻ പോയ വഴിക്ക് അവനും പോയി. അക്കാലത്ത് ഞാൻ ജോണിൻ്റെ അയൽവാസിയായിരുന്നു. 409 ഈ 100 സ്ട്രീറ്റിനോട് ചേർന്ന് വലതുവശത്തായിരുന്നു എൻ്റെ താമസം. ജോൺ പലപ്പോഴും എന്നോട് മനുഷ്യ മാംസത്തിൻ്റെ രുചിയെക്കുറിച്ച് വാ തോരാതെ പറയാറുണ്ട്. അവസാനം അതിൻ്റെ രുചി ഒന്ന് അറിയുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. 1928 ജൂൺ 3 ഞായറാഴ്ച, 406W 15-ാം നമ്പർ സ്ട്രീറ്റ്. ഗ്രേസ് എൻ്റെ മടിയിലിരുന്നു. എന്നെ നിഷ്കളങ്കമായിട്ട് ചുംബിച്ചു. അവളെ ഭക്ഷിക്കുവാനായിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി. ഞാനൊരു പാർട്ടിയിലേക്ക് പോവുകയാണെന്ന് അവളോട് പറഞ്ഞു. അപ്പോൾ അവളും എൻ്റെ കൂടെ വരുമെന്ന് ശാഠ്യം പിടിച്ചു. ഞാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. ഞാൻ ഇതിനോടകം തിരഞ്ഞെടുത്ത വെസ്റ്റ് ചെസ്റ്ററിലെ ഒരു ആളൊഴിഞ്ഞ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഞാൻ അവളോട് പുറത്തു നിൽക്കുവാനായിട്ട് പറഞ്ഞു. അവൾ കാട്ടുപൂക്കളും നുള്ളിയെടുത്തുകൊണ്ട് ഉദ്യാനത്തിൽ ഉല്ലസിച്ചു. ഞാൻ ആ വീടിൻ്റെ മുകളിലേക്ക് പോയി. എന്നിട്ട് എൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി. അല്ലെങ്കിൽ അവയിൽ രക്തം പറ്റുമെന്ന് എനിക്കറിയാം. എല്ലാം തയ്യാറായപ്പോൾ ഞാൻ ജനാലയുടെ ഭാഗത്തേക്ക് നീങ്ങി അവളെ അകത്തേക്ക് വിളിച്ചു. അവൾ മുറിയിൽ എത്തും വരെ ഞാൻ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നു.
പിന്നെ പെട്ടെന്ന് അവൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നെ പൂർണ്ണ നഗ്നനായിട്ട് കണ്ടപ്പോൾ അവൾ പേടിച്ച് കരയുവാൻ തുടങ്ങി. പിന്നെ താഴേക്ക് പടികൾ ഇറങ്ങി ഓടുവാൻ ശ്രമിച്ചു. ഞാൻ അവളെ ബലമായിട്ട് പിടിച്ചു നിർത്തി. അവൾ കരഞ്ഞുകൊണ്ടും അമ്മയോട് എല്ലാം പറയുമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം അവളെ നഗ്നയാക്കി. അവൾ എന്നെ തൊഴിക്കുകയും കടിക്കുകയും മാന്തുകയും ചെയ്തു. ഒടുവിൽ ഞാൻ അവളെ ശ്വാസം മുട്ടിച്ചു കൊന്നു. എന്നിട്ട് അവളെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു. എനിക്കപ്പോൾ വേണ്ട മാംസം മാത്രം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. അവളുടെ ചെറിയ നിതംബം അടുപ്പത്ത് വെച്ച് വറുത്തത് എത്ര മധുരവും മൃദുലവും രുചികരവുമായിരുന്നുവെന്നോ. അവളുടെ ശരീരം മുഴുവൻ കഴിച്ചു തീർക്കുവാൻ എനിക്ക് 9 ദിവസമെടുത്തു. ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ അവളെ ഭോഗിച്ചില്ല. അവൾ ഒരു കന്യകയായിട്ട് മരിച്ചു. വിൽക്കിങ്ങിൻ്റെ അസ്ഥി പോലും മരവിച്ചു പോകുന്നതായിരുന്നു ഈ കത്തിലെ ഉള്ളടക്കം. അയാൾ ഇന്നുവരെ അന്വേഷിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കേസ്. വിശദമായിട്ടുള്ള പരിശോധനയിൽ നോർമൽ സൈസ് വലിപ്പത്തിലുള്ള ആ എൻവലപ്പിൽ ഒരു ചിഹ്നവും അതിൽ ചില ഇനീഷ്യലുകളും ഉണ്ടെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. പക്ഷെ ആരോ അത് ചുരണ്ടി കളയുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ കത്ത് വെളിച്ചത്തിന് നേർക്ക് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ അതിലെ എംബ്ലവും ഇനീഷ്യലുകളും അവ്യക്തമായിട്ട് വായിക്കുവാനായിട്ട് വിൽക്കിങ്ങിന് കഴിഞ്ഞു. അതിൽ NYP CBA എന്ന് എഴുതിയിരുന്നു. അദ്ദേഹം വേഗം ഫോൺ ബുക്ക് പരിശോധിച്ചു. അപ്പോഴത് ന്യൂയോർക്ക് നഗരത്തിലെ 627 ലെക്സിംഗ്ടൺ അവന്യൂവിലുള്ള ന്യൂയോർക്ക് പ്രൈവറ്റ് ചൗഫേഴ്സ് ബെനവലൻ്റ് അസോസിയേഷൻ്റെ എംബ്ലമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. NYP CBA എന്ന അക്ഷരങ്ങൾ ഇതിൻ്റെ ഷോർട്ട് ഫോമാണ്. വിൽക്കിങ് വേഗം NYP CBAയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് താൻ വന്നതിൻ്റെ ഉദ്ദേശം അസോസിയേഷൻ്റെ പ്രസിഡന്റിനോട് വിശദീകരിച്ചു. തൻ്റെ സ്ഥാപനത്തിലെ ഏതോ ഒരു അംഗത്തെ വിൽക്കിങ് സംശയിക്കുന്നുണ്ട് എന്ന് പ്രസിഡന്റിന് മനസ്സിലായി. അയാൾക്കതിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെയുള്ള അംഗങ്ങളുടെ കയ്യക്ഷരങ്ങൾ പരിശോധിക്കുക മാത്രമാണ് താൻ വന്നത് എന്ന് കിങ് അദ്ദേഹത്തിന് ഉറപ്പ് നൽകി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആവശ്യം അവർ അംഗീകരിച്ചു. അന്ന് അർദ്ധരാത്രി വരെ, അതായത് 7 മണിക്കൂറിലധികം ആ സ്ഥാപനത്തിലെ 75ഓളം വരുന്ന അംഗങ്ങളുടെ കയ്യക്ഷരം അദ്ദേഹം പരിശോധിച്ചു. NYP CBAയിൽ അംഗത്വം എടുക്കുവാനുള്ള അപേക്ഷകളിൽ അവരുടെ കയ്യക്ഷരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. എന്നാൽ ഫ്രാങ്ക് ഹൊവാർഡിൻ്റെ കയ്യക്ഷരത്തോട് സാമ്യം തോന്നിക്കുന്ന ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അതോടെ വിൽക്കിങ് തൻ്റെ അന്വേഷണത്തെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചു. കയ്യക്ഷരങ്ങൾ പരിശോധിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ സംഘടനയിലെ 75ഓളം അംഗങ്ങളെ അയാൾ വിളിച്ചുകൂട്ടി. അവരോട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. NYP CBAയിലെ എംബ്ലമുള്ള എൻവലപ്പുകൾ നിങ്ങളിൽ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ? ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറയുക. അവർക്ക് യാതൊരു കുഴപ്പവും വരില്ല എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തു. ഈ സമയം വരെയും താൻ അന്വേഷിക്കുന്ന കേസ് എന്താണെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞിരുന്നില്ല. അംഗങ്ങളോട് സംസാരിച്ച ശേഷം വിൽക്കിങ് പ്രസിഡന്റിൻ്റെ ഓഫീസിൽ കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് ചുവന്ന മുടിയുള്ള ലിയോ സിക്കോസ്കി എന്ന ചെറിയൊരു മനുഷ്യൻ ആ ഓഫീസിലേക്ക് കടന്നു വന്നു. അയാൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് വിൽക്കിങ് ഉറപ്പ് നൽകി. അപ്പോൾ ലിയോ ചില കാര്യങ്ങൾ പറയുവാൻ തുടങ്ങി. താൻ മുൻപ് 622 ലെക്സിംഗ്ടൺ അവന്യൂവിലെ ഒരു ചെറിയ ഫ്ലാറ്റിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അവിടെ വെച്ച് ചില എൻവലപ്പുകൾ എടുത്ത് ഉപയോഗിച്ചിരുന്നു. അതിൽ ചിലത് ആ പരിസരത്ത് എവിടെയെങ്കിലും ഉപേക്ഷിച്ചിരിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. വിൽക്കിങ് ഉടൻ തന്നെ അവിടേക്ക് പുറപ്പെട്ടു. ലിയോ മുൻപ് താമസിച്ച റൂമിലെത്തി. അന്വേഷണത്തിൽ അദ്ദേഹം വീണ്ടും നിരാശനായി. സിക്കോസ്കി മുറി ഒഴിഞ്ഞതിന് ശേഷം ആരും ആ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തിരുന്നില്ല. സമീപ പ്രദേശത്ത് ഉള്ളവരോട് ഒരു ഫ്രാങ്ക് ഹൊവാർഡിനെ കുറിച്ച് അന്വേഷിച്ചെങ്കിലും അതും ഫലപ്രദമായില്ല. ഫ്രാങ്ക് ഹൊവാർഡിൻ്റെ രൂപത്തോട് സാമ്യമുള്ള ആരെയും അവർക്കറിയില്ലായിരുന്നു. നിരാശയോടെ അദ്ദേഹം സിക്കോസ്കി മറ്റെന്തെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ എന്ന് അറിയുവാനായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അയാളിൽ നിന്നും മറ്റൊരു വിവരം കിട്ടി. 622 ലെക്സിംഗ്ടൺ അവന്യൂവിലെ ഫ്ലാറ്റിലേക്ക് താമസം വരും മുൻപ് താൻ 252 സെക്കൻഡ് സ്ട്രീറ്റിലാണ് താമസിച്ചിരുന്നത്. ആ മുറിയിലെ ഒരു അലമാരയിൽ താൻ ചില NYP CBA എൻവലപ്പുകൾ മറന്നു വെച്ചിരുന്നു. വിൽക്കിങ് തിടുക്കത്തിൽ അവിടെ എത്തിച്ചേർന്നു. ഈ സ്ഥലം തീരെ കുറഞ്ഞ വാടകയുള്ളൊരു വീടായിരുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിൻ്റെ വരവ് വെറുതെ ആയില്ല. അയാൾ ചിലത് കണ്ടെത്തി. വീട്ടുടമസ്ഥയുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. ഹൊവാർഡിനെ പോലെയുള്ള ആരെങ്കിലും അറിയാമോ എന്ന് രേഖാചിത്രം കാണിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. അവൾ തനിക്ക് ഇങ്ങനെ ഒരാളെ അറിയാമെന്ന് പറഞ്ഞു. ഈ ചിത്രം കണ്ടിട്ട് 7-ാം നമ്പർ മുറിയിൽ താമസിക്കുന്ന ആൽബർട്ട് ഫിഷിനെ പോലെ തോന്നുന്നുവെന്ന് ആ വീട്ടുടമസ്ഥ പറഞ്ഞു. അവിടെയുള്ള രജിസ്റ്ററിലെ ഒപ്പും കയ്യക്ഷരവും അദ്ദേഹം പരിശോധിച്ചു. ഒരു അമ്പരപ്പോടെ ആ നിമിഷം വിൽക്കിങ് തിരിച്ചറിഞ്ഞു. താൻ വർഷങ്ങളായിട്ട് അന്വേഷിക്കുന്ന ഫ്രാങ്ക് ഹൊവാർഡും ഇപ്പോൾ ഈ കെട്ടിടത്തിലെ 7-ാം നമ്പർ മുറിയിൽ താമസിക്കുന്ന ആൽബർട്ട് ഫിഷും ഒരേയാൾ തന്നെയാണ്. ഇപ്പോൾ ഈ ആൽബർട്ട് ഫിഷ് എവിടെയാണെന്ന് വിൽക്കിങ് ആ സ്ത്രീയോട് ചോദിച്ചു. എന്നാൽ വീട്ടുടമസ്ഥയ്ക്ക് അയാൾ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. വല്ലപ്പോഴും മാത്രമാണ് അയാൾ ഇവിടേക്ക് വരാറുള്ളൂ. ചിലപ്പോഴൊക്കെ അയാളുടെ മകൻ ജോൺ അയക്കുന്ന ചെക്ക് എടുക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് അയാൾ ഇവിടേക്ക് വരാറുണ്ടെന്നും അവർ പറഞ്ഞു. വിൽക്കിങ് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കെണിയൊരുക്കി. 52-ാം സ്ട്രീറ്റിലെയും 3rd അവന്യൂവിലെയും കവലയുടെ നേർക്കാഴ്ച കിട്ടുന്ന വിധം അവിടെയുള്ള മറ്റൊരു കെട്ടിടത്തിൽ ഒരു മുറി അയാൾ വാടകയ്ക്കെടുത്തു. ആ മുറിയിൽ അയാൾ പുകവലിച്ചും വ്യായാമം ചെയ്തും
ടിന്നിലടച്ച ഭക്ഷണം കഴിച്ചും നരകിച്ച് കഴിഞ്ഞുകൂടി. ദിവസത്തിൽ 20 മണിക്കൂറിലധികം വിൽക്കിങ് ഉറങ്ങാതെ ഇരുന്നു. അയാളുടെ കണ്ണുകൾ സദാസമയവും തെരുവിലായിരുന്നു. ഉറക്കം അകന്നു നിൽക്കുവാനായിട്ട് അമിതമായിട്ട് പുകവലിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ വരെ ബാധിച്ചു. പക്ഷെ ആൽബർട്ട് ഫിഷിനെ മാത്രം കണ്ടുകിട്ടിയില്ല. 1934 ഡിസംബർ 12, ക്രിസ്മസിന് ഇനി അധികം ദിവസമില്ല. വിൽക്കിങ് തൻ്റെ ദിനചര്യയിൽ നിന്നും ഒരു ഇടവേള എടുത്ത് ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോയി. 2 മണിക്കൂർ സമയം അദ്ദേഹം ആ തെരുവിൽ നിന്നും കുറച്ച് ദൂരെയായിരുന്നു. ഒടുവിൽ ഷോപ്പിംഗ് എല്ലാം നടത്തിക്കഴിഞ്ഞ് മുറിയിലേക്ക് മടങ്ങിയെത്തിയ ഉടൻ തന്നെ മുറിയുടെ വാതിലിൽ ആരോ തുടർച്ചയായിട്ട് മുട്ടുന്ന ശബ്ദം കേട്ടു. അയാൾ വാതിൽ തുറന്നു. പുറത്ത് ആ വീട്ടുടമസ്ഥയായിരുന്നു. അവർ ഭയത്തോടെ ആൽബർട്ട് ഫിഷ് തിരിച്ചെത്തിയെന്ന് പറഞ്ഞു. അരമണിക്കൂർ മുൻപാണ് അയാൾ എത്തിയത്. മകൻ തനിക്ക് അയച്ച ചെക്ക് വരുവാനായിട്ട് അയാൾ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അയാൾ എത്ര സമയം അവിടെ തങ്ങുമെന്ന് അവൾക്കും അറിയില്ല. വിൽക്കിങ് തൻ്റെ .38 ഗൺ ശരീരത്തിൽ ഉറപ്പിച്ചു. പിന്നെ അവരുടെ കൂടെ വീട്ടിലേക്ക് നടന്നു. അതിനുശേഷം ആൽബർട്ട് ഫിഷ് താമസിക്കുന്ന 7-ാം നമ്പർ മുറിയിലേക്കും. വിൽക്കിങ് വാതിലിൽ മുട്ടി. ഉള്ളിലുള്ള വ്യക്തി അയാളോട് അകത്തേക്ക് വരുവാനായിട്ട് ക്ഷണിച്ചു. കിങ് അകത്തേക്ക് കയറി. വെള്ള നിറത്തിലുള്ള മുടിയും നനവാർന്ന നീല കണ്ണുമുള്ള ഒരു ചെറിയ മനുഷ്യൻ അവിടെ കട്ടിലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പോലീസ് വരച്ച രേഖാചിത്രത്തിലെ അതേ മനുഷ്യൻ. വിൽക്കിങ് താനൊരു പോലീസുകാരനാണെന്ന് പരിചയപ്പെടുത്തി. അതിനുശേഷം ആൽബർട്ട് ഫിഷ് എഴുതിയ ചില കത്തുകളെക്കുറിച്ച് സംസാരിക്കണമെന്നും തന്നോടൊപ്പം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരണമെന്നും പറഞ്ഞു. ആൽബർട്ട് നേരിയ തോതിൽ വിസമ്മതത്തോടെയാണെങ്കിലും അതിന് സമ്മതിച്ചു. വിൽക്കിങ് അയാളെ കൊണ്ട് പടിക്കെട്ട് വഴി താഴെ എത്തി. പെട്ടെന്നാണതുണ്ടായത്. കെട്ടിടത്തിൽ നിന്നും പുറത്ത് കടക്കുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ആൽബർട്ട് ഫിഷ് ചുറ്റിത്തിരിഞ്ഞ് 2 കൈകളിലും ഷേവിംഗ് കത്തിയുമായിട്ട് അദ്ദേഹത്തെ ആക്രമിച്ചു. എന്നാൽ ഇതിനോടകം തന്നെ അവൻ്റെ ഒരു നീക്കം അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. വിൽക്കിങ് വേഗത്തിൽ തന്നെ ആൽബർട്ടിനെ തിരിച്ചടിച്ചു. പിന്നെ ഫിഷിനെ കീഴടക്കി വിലങ്ങ് വെച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. എന്നാൽ എന്ത് കാരണം കൊണ്ടാണ് എന്നറിയില്ല, ആൽബർട്ട് ഫിഷ് ആരും ആവശ്യപ്പെടാതെ തന്നെ കുറ്റസമ്മതം നടത്തുവാനായിട്ട് തുടങ്ങി. താനാണ് ഭയാനകമായിട്ടുള്ള കത്ത് എഴുതിയത് എന്നയാൾ സമ്മതിച്ചു. അതിനുശേഷം നടന്ന കാര്യങ്ങളും വിശദീകരിച്ചു. അത് ഇങ്ങനെയായിരുന്നു. ഗ്രേസിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം അയാൾ ഒരു ഗ്യാലൻ വെള്ളം കൊള്ളുന്ന ഒരു പെയിൻറ് ബക്കറ്റിൽ കുട്ടിയുടെ കഴുത്ത് എടുത്തു വെച്ചു. പിന്നൊരു കത്തിയെടുത്ത് ആ തല ഛേദിച്ചു കളഞ്ഞു. അവളുടെ രക്തം ആ പാത്രത്തിൽ നിറഞ്ഞു. പിന്നെ അവൻ ആ ചൂട് രക്തം കുടിക്കുവാനായിട്ട് ഒരു ശ്രമം നടത്തി. സാധിച്ചില്ല. അയാൾക്ക് ഛർദിൽ വന്നു. തുടർന്ന് അവനൊരു കത്തിയും വലിയൊരു വെട്ടുകത്തിയും ഉപയോഗിച്ച് അവളെ നാഭിയുടെ ഭാഗം വെച്ച് 2ആയിട്ട് മുറിച്ചു. പിന്നെ കഷ്ണങ്ങളാക്കി. ഗ്രേസിൻ്റെ തലയും ആമാശയും കുടലുകളും അസ്ഥിയും ഒഴികെ ബാക്കിയുള്ള എല്ലാം തന്നെ കഴിക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. ഇതായിരുന്നു അന്ന് ആ മുറിയിൽ വെച്ച് സംഭവിച്ചത്. അയാൾ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. പിന്നീട് നടന്ന വിചാരണയിൽ അതെല്ലാം തെളിഞ്ഞു. കത്തിൽ പറഞ്ഞതുപോലെ 9 ദിവസമെടുത്തു ഗ്രേസ് വുഡിനെ അവന് കഴിച്ചു തീർക്കുവാനായിട്ട്. നരഭോജനം നടത്തുന്ന സമയത്ത് ആൽബർട്ട് ഫിഷിന് തുടർച്ചയായിട്ടുള്ള ലൈംഗിക ഉത്തേജനമുണ്ടായി. പകൽ സമയത്ത് അവളെ കഴിച്ചതിൻ്റെ ഓർമ്മയിൽ രാത്രിയിൽ താൻ സ്വയംഭോഗം ചെയ്യാറുണ്ടായിരുന്നുവെന്ന് അവൻ പോലീസിനോട് പറഞ്ഞു. ന്യൂയോർക്കിലെ ഗ്രീൻബർഗിൽ ഗ്രേസ് വുഡിനെ കൊലപ്പെടുത്തിയ ആൾതാമസമില്ലാത്ത ആ വീട്ടിലേക്ക് പോലീസ് എത്തി. പിന്നീട് ജനങ്ങൾ ആ വീടിനെ വിസ്റ്റീരിയ കോട്ടേജ് എന്നാണ് വിളിച്ചത്. താൻ കഴിക്കാത്ത ഭാഗങ്ങൾ കുഴിച്ചിട്ട സ്ഥലം ഡിറ്റക്റ്റീവുകൾക്ക് അയാൾ കാണിച്ചു കൊടുത്തു. ഗ്രേസിൻ്റെ തലയും മറ്റസ്ഥികളും കണ്ടെത്തും വരെ മഞ്ഞുറഞ്ഞ ആ നിലം അവർ പിക്കാസുകളും കോരികളും ഉപയോഗിച്ച് കുഴിച്ചു മറിച്ചു. ഒടുവിൽ ന്യൂയോർക്കിലെ വൈറ്റ് പ്ലെയിൻസിൽ വെച്ച് ഗ്രേസ് വുഡിനെ കൊലപ്പെടുത്തിയതിന് ആൽബർട്ട് ഫിഷിനെ വിചാരണ ചെയ്തു. 1934 മാർച്ചിൽ നടന്ന 9 ദിവസത്തെ വിചാരണയ്ക്ക് ശേഷം ഗ്രേസിനെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തിയതിന് അയാൾ ശിക്ഷിക്കപ്പെട്ടു. നരഭോജിയായ ആൽബർട്ട് ഫിഷിനെ ഇലക്ട്രിക് കസേരയിലിരുത്തി വധശിക്ഷയ്ക്ക് വിധിച്ചു. വിധി കേട്ടിട്ടും അവന് യാതൊരു കൂസലുമില്ലായിരുന്നു. വരുവാനിരിക്കുന്ന മരണത്തെ തൻ്റെ ജീവിതത്തിലെ സുപ്രീം ത്രില്ല എന്നാണ് അവൻ വിശേഷിപ്പിച്ചത്. അതിൽ അത്ഭുതമില്ല. ഒരു സാഡോ മൊസോക്കിസ്റ്റ് മനോരോഗിയെ സംബന്ധിച്ച് വൈദ്യുത കസേരയിൽ ഇരുത്തിയുള്ള മരണത്തെക്കുറിച്ചുള്ള ചിന്ത പോലും അവരിൽ ആനന്ദമുണ്ടാക്കുന്നതാണ്. ആൽബർട്ട് ഫിഷിന് ചില വിചിത്രമായിട്ടുള്ള ശീലങ്ങളുണ്ടായിരുന്നു. അവൻ സിങ് എന്ന ജയിലിൽ കഴിയുന്ന സമയത്ത് കോപ്രോഫോഗിയിൽ ഏർപ്പെട്ടു. അതായത് മനുഷ്യ മാലിന്യങ്ങൾ കഴിക്കുന്ന ശീലം. ഈ ശീലം അവൻ തൻ്റെ 12-ാം വയസ്സിൽ പരിചയപ്പെട്ട ഒരു ടെലഗ്രാഫ് ബോയിൽ നിന്നും പഠിച്ചെടുത്തതായിരുന്നു. അവർ തമ്മിൽ റിലേഷനും ഉണ്ടായിരുന്നു. അതുപോലെ സൂചികൾ സ്വന്തം ദേഹത്ത് തറയ്ക്കുവാനായിട്ട് അവൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരിക്കൽ തൻ്റെ വൃഷണങ്ങളിൽ വരെ അയാൾ സൂചികൾ തറയ്ക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അസഹ്യമായിട്ടുള്ള വേദന കാരണം നിർത്തേണ്ടി വന്നു. വിചാരണ സമയത്ത് അയാൾ ഒരു വശം ചെരിഞ്ഞ് ഒരു പ്രത്യേക രീതിയിലാണ് കസേരയിൽ ഇരുന്നത്. എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ താൻ ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടിയിട്ട് ശരീരത്തിൽ നിരവധി സൂചികൾ കുത്തിക്കയറ്റിയിട്ടുണ്ട് എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. എന്നാൽ സിങ് കറക്ഷണൽ ഫെസിലിറ്റിയിലെ ഡോക്ടർമാർ ആദ്യം അത് വിശ്വസിച്ചില്ല. ഒടുവിൽ സംശയം തോന്നിയ അവർ ആൽബർട്ട് ഫിഷിൻ്റെ ഒരു എക്സ്റേ എടുത്തു. അപ്പോൾ അവരെ അമ്പരപ്പിച്ചൊരു കാഴ്ചയാണ് കണ്ടത്. പലതരം നീളമുള്ള 29ഓളം സൂചികൾ അക്യൂപഞ്ചർ ചികിത്സ ചെയ്യും പോലെ അയാൾ അടിവയറ്റിൽ തറച്ചു കയറ്റിയിരുന്നു.
ഇങ്ങനെ ചെയ്യുന്നതിനെ പിക്കുർ ആക്ട് എന്നാണ് വിളിക്കുന്നത്. ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തിലോ മറ്റുള്ളവരിലേക്കോ മൂർച്ചയുള്ള വസ്തുക്കൾ കുത്തിക്കയറ്റുന്ന സ്വഭാവത്തിനെയാണ് പിക്കുർ ആക്ട് എന്ന് പറയുന്നത്. അയാളുടെ അടിവയറ്റിൽ കുത്തിക്കയറ്റിയ പല സൂചികളും കാലപ്പഴക്കം മൂലം ഇതിനോടകം തുരുമ്പെടുത്ത് ഒടിഞ്ഞാണ് കാണപ്പെട്ടത്. ഒരു പെയിന്ററായിരുന്നു ആൽബർട്ട് ഫിഷ്. അതായിരുന്നു അവൻ്റെ യഥാർത്ഥ ജോലിയും. വീടുകൾക്ക് പെയിന്റ് ചെയ്യുവാനെന്ന ഭാവേനെ രാജ്യമാകെ ചുറ്റി സഞ്ചരിച്ചവൻ മറ്റു കുട്ടികളെയും കൊന്നിരിക്കുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് വിൽക്കിങ്ങിന് സംശയം തോന്നി. ആ തോന്നൽ സത്യമായിരുന്നു. തുടരന്വേഷണത്തിൽ ഇവൻ ജോലി ചെയ്ത വീടുകളുടെ അയൽ വീടുകളിൽ നിന്നും നിരവധി കുട്ടികൾ ഒരു തെളിവുമില്ലാതെ അപ്രത്യക്ഷമായിരുന്നു. എങ്കിലും ഗ്രേസ് വുഡിൻ്റെ കൊലപാതകം ഒഴികെ വേറെ ഒരു കൊലപാതകവും ആൽബർട്ട് ഏറ്റു പറഞ്ഞില്ല. അതുതന്നെ ധാരാളമായിരുന്നു അവനെ വധശിക്ഷയ്ക്ക് വിധിക്കുവാനായിട്ട്. ആരായിരുന്നു ആൽബർട്ട് ഫിഷ്? ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും കുറ്റകൃത്യങ്ങളുടെയും സാഡിസത്തിൻ്റെയും ഒരു ലോകത്താണ് അവൻ ജീവിച്ചത്. 1870 മെയ് 19 വാഷിംഗ്ടൺ DC-യിലാണ് ഹാമിൽട്ടൺ ഹൊവാർഡ് ആൽബർട്ട് ഫിഷ് എന്ന ആൽബർട്ട് ഫിഷ് ജനിച്ചത്. അവന് 5 വയസ്സുള്ളപ്പോൾ അവൻ്റെ പിതാവ് ന്യൂയോർക്കിലെ ഓൾഡ് പെൻ സ്റ്റേഷനിൽ വെച്ച് മരിച്ചു. അയാൾക്കന്ന് പ്രായം 75 വയസ്സാണ്. അമ്മ മാത്രമാണ് പിന്നെ അവൻ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ ഭർത്താവിൽ നിന്നും വലിയ പ്രായവ്യത്യാസം അവൾക്കുണ്ടായിരുന്നു. ആ സമയം 40-നടുത്ത് പ്രായമുണ്ടായിരുന്ന അവൾ വാഷിംഗ്ടൺ DC-യിലെ സെൻറ് ജോൺസ് അനാഥാലയത്തിൽ ആൽബർട്ടിനെ വളർത്തുവാനായിട്ട് ഏൽപ്പിച്ചു. കാരണം ആ സമയത്തൊരു കുട്ടിയെ നോക്കുവാനുള്ള സാമ്പത്തിക ഭദ്രത അവർക്കില്ലായിരുന്നു. എന്നാൽ ഫിഷിന് 9 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് കുറച്ചുകൂടി നിലനിൽപ്പായി. അവനെ പരിപാലിക്കുവാനായിട്ട് പ്രാപ്തിയും ഉണ്ടായി. അതെ, വിചാരിച്ചിരിക്കാതെ അവർക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടുകയാണ്. അതോടെ അവൾ അവനെ അനാഥാലയത്തിൽ നിന്നും തിരികെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. ആ അനാഥാലയം വഴി പിഴച്ച രതിവൈകൃതങ്ങളുടെയും മറ്റ് എല്ലാ രീതിയിലുമുള്ള അസന്മാർഗീയ പ്രവർത്തനങ്ങളുടെയും ഒരു പരിശീലന കേന്ദ്രമായിരുന്നു. അക്കാലത്തെ ഒരുവിധം എല്ലാ അനാഥാലയങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു. ആൽബർട്ട് വളർന്ന അനാഥാലയത്തിൽ ഒരു കുട്ടി തെറ്റ് ചെയ്താൽ അവനെ മറ്റുള്ള കുട്ടികളുടെ മുൻപിൽ വെച്ച് പരസ്യമായിട്ട് നഗ്നനാക്കി അധികാരികൾ ക്രൂരമായിട്ട് മർദ്ദിക്കും. പോകെ പോകെ അവനത് ശീലമായി. ആദ്യമൊക്കെ അടിയേറ്റ് വേദന കൊണ്ട് പൊളഞ്ഞിരുന്നുവെങ്കിൽ കാലക്രമേണ മറ്റുള്ള കുട്ടികൾ അടിയേറ്റ് പൊളയുന്നത് കണ്ട് അവൻ ആഹ്ലാദിക്കുവാൻ തുടങ്ങി. മാത്രവുമല്ല, തൻ്റെ ശരീരത്തിൽ ഏൽക്കുന്ന വേദനകൾ ആസ്വദിക്കുവാനും. ഒരു സീരിയൽ കില്ലറിൻ്റെ ഉദയമായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത്. മാത്രവുമല്ല, ആൽബർട്ടിൻ്റെ മാതാവിന് സ്കിസോഫ്രീനിയ എന്ന രോഗമുണ്ടായിരുന്നു. അത് അവനും പകർന്നു കിട്ടിയിരുന്നു. 1998 ഇവൻ്റെ അമ്മ അന്ന മേരി ഹോഫ്മാൻ എന്ന യുവതിയെ ഇവന് വിവാഹം ചെയ്തു കൊടുത്തു. അവർക്ക് 6 കുട്ടികൾ ജനിച്ചു. ആൽബർട്ട്, അന്ന, ഗർട്രൂഡ്, യൂജിൻ, ജോൺ, ഫൈനലി ഹെൻറി ഫിഷ്. സ്കിസോഫ്രീനിയ മൂലം ആൽബർട്ട് ഫിഷ് ചില മായക്കാഴ്ചകൾ കാണുമായിരുന്നു. മാത്രവുമല്ല, പച്ചയിറച്ചി കഴിക്കുകയും ചെയ്യും. അവസാനം മേരി ഹോഫ്മാൻ ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കുവാനായിട്ട് തനിക്ക് കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞു. അവൾ അയാളെ ഡിവോഴ്സ് ചെയ്തു. കുട്ടികളെ അയാളെ ഏൽപ്പിച്ചാണ് മേരി പോയത്. അതോടെ അയാളുടെ നില കൂടുതൽ വഷളായി. ഒരു പലകയിൽ വലിയ ആണികൾ തറച്ചു കയറ്റി തൻ്റെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് തന്നെ അടിക്കുവാനായിട്ട് അയാൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ശരീരത്തിന് ഏൽക്കുന്ന വേദനയിൽ അയാൾ ആശ്വാസം കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചു. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ആൽബർട്ട് നരഭോജിയായിട്ട് മാറിയത്. പോലീസ് കസ്റ്റഡിയിലാകും മുൻപ് കുറഞ്ഞത് 3 മുതൽ 10ഓളം കുട്ടികളെയെങ്കിലും അവൻ കൊല ചെയ്തിരുന്നു. കൃത്യമായിട്ടുള്ള എണ്ണം അജ്ഞാതമാണ്. അത് 10 ആകാം, 100 ആകാം, ആർക്കും അറിയില്ല. എന്നാൽ ചോദ്യം ചെയ്യലിൽ 3 കൊലപാതകം താൻ ചെയ്തുവെന്ന് അവൻ സമ്മതിച്ചു. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ 1914 ജൂലൈ 24 ഒരു പോലീസുകാരൻ്റെ മകനും 9 വയസ്സുമുള്ള ഫ്രാൻസിസ് മക്ഡൊണാൾഡിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൽബർട്ടിനെ ചോദ്യം ചെയ്തു. ആദ്യമൊക്കെ അവനത് നിഷേധിച്ചു. എന്നാൽ പിന്നീട് കുറ്റസമ്മതം നടത്തി. താൻ കുട്ടിയുടെ വരിയെടുക്കുവാൻ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് അവൻ പറഞ്ഞു. ആദ്യം അവൻ കുട്ടിയെ ബലാത്സംഗം ചെയ്തു. പിന്നെ ഇലാസ്റ്റിക് കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കൈവശമുണ്ടായിരുന്ന ആയുധം കൊണ്ട് കുട്ടിയുടെ മാംസം മറുത്തു മാറ്റി. പിന്നെ ആ ചോര കുടിച്ചു. പക്ഷെ അപ്പോഴേക്കും ആ പ്രദേശത്തേക്ക് ആരോ വരുന്നത് പോലെ തോന്നി. അത് കേട്ട് അയാൾ ഓടിപ്പോയി. ഗ്രേസ് വുഡിൻ്റെ കൊലപാതകം തെളിയും വരെ മക്ഡൊണാൾഡിൻ്റെ കൊലപാതകം തെളിഞ്ഞിരുന്നില്ല. റിച്ച്മണ്ട് കൗണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണി തോമസ് ജെ വാൾഷ് ഈ കേസിൽ കുറ്റപത്രം തയ്യാറാക്കി. ന്യൂയോർക്ക് ഡെയിലി മിറർ എന്ന പത്രം ഇതേക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: ക്രിമിനൽ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ബാലവധം. പക്ഷേ അതിനുശേഷം അയാൾ നടത്തിയ മറ്റൊരു കുറ്റസമ്മതം വെച്ച് നോക്കിയാൽ മേൽപ്പറഞ്ഞ ക്രൂരതകൾ ഒന്നുമല്ലായിരുന്നു. ഈ 2 വിചാരണയും അവസാനിച്ചതിന് ശേഷമാണ് ആൽബർട്ട് 3ാമത്തെ കുറ്റസമ്മതം നടത്തിയത്. ബില്ലി ഗാഫ്നിയെക്കുറിച്ചായിരുന്നു അത്. ബില്ലിയെ കൊന്നതും താനാണെന്ന് അയാൾ സമ്മതിച്ചു. 1935 മാർച്ചിലാണ് ഈ കുറ്റസമ്മതം അവൻ നടത്തിയത്. തൻ്റെ വക്കീലിന് ആൽബർട്ട് എഴുതിയ കത്തിൽ നിന്നുമാണ് ഇനി പറയുന്ന കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. ആ കത്തിലെ ഉള്ളടക്കം ഇങ്ങനെയാണ്: 1927 ഫെബ്രുവരിയിൽ ബ്രൂക്ലിൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ഫിഷ് ഒരു പെയിൻ്ററായിട്ട് ജോലി നോക്കിയിരുന്നു. ബില്ലി ഗാഫ്നി കാണാതായ ദിവസം അയാൾ ആ സ്ഥലത്തു നിന്നും ഏതാനും മൈൽ അകലെയുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയായിരുന്നു. ഡിറ്റക്റ്റീവുകൾക്ക് ഈ വസ്തുത മനസ്സിലായി.
അത് വെച്ചാണ് അവർ ആൽബർട്ടിനെ ചോദ്യം ചെയ്തത്. അത് ഏതൊരു മനുഷ്യൻ്റെയും കരൾ ഉലയ്ക്കുന്ന ഒരു ക്രൂരതയായിരുന്നു. ആൽബർട്ട് ഫിഷ് ബില്ലിയെയും വിളിച്ചുകൊണ്ട് വന്നത് റിക്കർ അവന്യൂവിലെ മാലിന്യം പുറന്തള്ളുന്ന ഒരു പ്രദേശത്തേക്കായിരുന്നു. അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്നൊരു വീടുണ്ടായിരുന്നു. ബില്ലിയുടെ വീട്ടിൽ നിന്നും അത്ര ദൂരെയൊന്നും ആയിരുന്നില്ല ആ വീട്. അയാൾ അവനെ അവിടെ എത്തിച്ച ശേഷം നഗ്നനാക്കി കൈകളും കാലും കെട്ടിയിട്ടു. പിന്നെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ഒരു വൃത്തികെട്ട തുണിക്കഷ്ണം കൊണ്ടുവന്ന് കുട്ടിയുടെ വായിൽ കുത്തിത്തിരികെ. അതിനുശേഷം വസ്ത്രങ്ങൾ കത്തിച്ചു. ഷൂസ് മാലിന്യ കൂനയിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം ജോലിക്ക് തിരിച്ചുപോയി. രാത്രി 2 മണിയോടെ ഒരു ട്രോളിയും എടുത്തുകൊണ്ട് 59-ാം സ്ട്രീറ്റിലേക്കും പിന്നീട് അവിടെ നിന്നും വീട്ടിലേക്കും പോയി. അതിൻ്റെ അടുത്ത ദിവസം ഏകദേശം ഉച്ച കഴിഞ്ഞ് 2 മണിയോടെ അയാൾ താൻ തന്നെ നിർമ്മിച്ച ഏതാനും ടോർച്ചറിങ് ഉപകരണങ്ങൾ എടുത്തുകൊണ്ടുവന്നു. ഒരു കനത്ത മരപ്പിടിയിൽ അയാളുടെ ബെൽറ്റ് 6 നാടയായിട്ട് മുറിച്ച് അറ്റം കെട്ടി തയ്യാറാക്കിയ ഉരുണ്ടയുള്ളൊരു പ്രത്യേകതരം ചാട്ടയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ബില്ലിയുടെ കാലുകൾ വഴി രക്തം ഒഴുകും വരെ ആ മനുഷ്യമൃഗം കുട്ടിയുടെ നഗ്നമായിട്ടുള്ള മുതുകിൽ ചാട്ട പ്രയോഗിച്ചു. ബില്ലിയുടെ മാംസം പദം വരുത്തുവാനായിരുന്നു അയാൾ അത് ചെയ്തത്. അതിനുശേഷം ബില്ലിയുടെ ചെവിയും മൂക്കും മുറിച്ചെടുത്തു. വായ ചെവിയിൽ നിന്നും ചെവിയിലേക്ക് എത്തും വരെ കീറി മുറിച്ചു. ആ സമയത്തെല്ലാം കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു. ഒടുവിൽ ആൽബർട്ട് ഫിഷ് അവൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. അപ്പോഴേക്കും ബില്ലി മരിച്ചിരുന്നു. അയാൾ അവൻ്റെ വയറ്റിൽ കത്തി കുത്തിയിറക്കി. പിന്നെ ആ മുറിവിൽ വായ ചേർത്ത് പിടിച്ച് രക്തം ഊറ്റി കുടിച്ചു. അവൻ 4ഓളം കാലിയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചാക്കുകളും നിരവധി കല്ലുകളും ഇതിനോടകം ശേഖരിച്ചു വെച്ചിരുന്നു. അതിനുശേഷം കുട്ടിയെ തുണ്ടം തുണ്ടമായിട്ട് വെട്ടിമുറിച്ചു. കൈവശമുള്ള ഒരു ബാഗിൽ കുട്ടിയുടെ മൂക്കും ചെവികളും വയറിൻ്റെ കുറച്ച് കഷ്ണങ്ങളും അങ്ങനെ തുടങ്ങി അയാൾക്ക് വേണ്ടത്ര മാംസം ശേഖരിച്ചു. ബില്ലിയുടെ ശരീരം മധ്യഭാഗം വെച്ച് പുക്കിളിന് തൊട്ട് താഴെ വെച്ച് മുറിച്ചു മാറ്റി. തുടർന്ന് കാലുകളും മുറിച്ചു നീക്കി. അതെല്ലാം ബാഗിലേക്കിട്ടു. ഒടുവിൽ അവശേഷിച്ചത് തലയും കാൽപാദവും കൈകളും കൈപ്പത്തികളും മാത്രമാണ്. അതെല്ലാം ചാക്കിലിട്ട് കല്ലുകളിട്ട് നിറച്ചു. പിന്നെ ആ ചാക്കുകെട്ടുകൾ കൂട്ടിക്കെട്ടി അഴുക്ക് നിറഞ്ഞ വെള്ളക്കെട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. 3 മുതൽ 4 അടി വരെ ആഴമുള്ള വെള്ളത്തിൽ ആ ചാക്കുകെട്ടുകൾ അനായാസം മുങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ആൽബർട്ട് ബാക്കിയുള്ള മാംസവുമായിട്ട് വീട്ടിലെത്തി. അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാംസം അവൻ്റെ ശരീരത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. കുട്ടിയുടെ വൃഷ്ണങ്ങളും പെനിസും ശരീരത്തിലെ നെയ്യും ചേർത്ത് അടുപ്പത്ത് വെച്ച് അയാൾ ഒരു റോസ്റ്റ് ഉണ്ടാക്കി. ചെവിയും മൂക്കും മുഖത്തിൻ്റെയും വയറിൻ്റെയും കഷ്ണങ്ങളും ചേർത്ത് ഒരു സ്റ്റൂ ഉണ്ടാക്കി. അതിലേക്ക് ഉള്ളി, ക്യാരറ്റ്, മധുരമുള്ളങ്കി, മുള്ളങ്കി, ഉപ്പ്, കുരുമുളക് തുടങ്ങിയവ ഇട്ടു. അത് വളരെയേറെ രുചികരമായിരുന്നുവെന്നാണ് അവൻ പിന്നീട് പറഞ്ഞത്. പിന്നെ 4 ഉള്ളി അരിഞ്ഞെടുത്തു. മാംസം 1/4 മണിക്കൂർ വെന്ത് റോസ്റ്റായപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. ആ ഉള്ളി അതിലേക്കിട്ടു. മാംസത്തിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ ഇരിക്കുവാനായിട്ട് മരം കൊണ്ടുള്ളൊരു സ്പൂൺ ഉപയോഗിച്ചാണ് അവനത് ഇളക്കിയത്. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് അതെല്ലാം നല്ലവണ്ണം വെന്ത് തവിട്ട് നിറത്തിലായി. അവൻ്റെ മധുരമുള്ള കൊഴുപ്പിനൊപ്പം ഒരു വറുത്ത ടർക്കിയും വരില്ല എന്നും ഇത്രയും രുചിയുള്ള മാംസം താൻ ജീവിതത്തിൽ ഒരിക്കലും കഴിച്ചിട്ടില്ല എന്നുമാണ് കത്തിൽ കാണുന്നത്. ഏകദേശം 4 ദിവസത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ മാംസവും കഴിച്ചു തീർത്തു. അവൻ്റെ ചെറിയ വൃഷ്ണം ഒരു കപ്പലണ്ടി പോലെ മധുരമായിരുന്നു. പക്ഷെ അവൻ്റെ മൂത്രമൊഴിക്കുന്ന സംഭവം കഴിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടത് ടോയ്ലറ്റിൽ വലിച്ചെറിഞ്ഞു. ഇത്രയുമാണ് അവൻ വക്കീലിന് എഴുതിയ കത്തിലുള്ളത്. ബില്ലി ഗാഫ്നിയുടെ അമ്മ എലിസബത്ത് ഇതെല്ലാം അറിഞ്ഞ് തൻ്റെ മകനെ ആഹരിച്ച കൊലയാളിയെ കാണുവാനായിട്ട് സിംഗ് ജയിലിൽ വന്നു. ഡിറ്റക്റ്റീവ് വിൽക്കിങ്ങിൻ്റെ സാന്നിധ്യത്തിൽ തൻ്റെ കുഞ്ഞിനോട് എന്തിനീ ക്രൂരത ചെയ്തുവെന്ന് ചോദിക്കുവാനാണ് അവർ വന്നത്. പക്ഷേ ഇതറിഞ്ഞ ആൽബർട്ട് ഫിഷ് ആ അമ്മയോട് സംസാരിക്കുവാനായിട്ട് വിസമ്മതിച്ചു. അവസാനം അയാൾ കരയുവാൻ തുടങ്ങി. തനിക്ക് തനിച്ചിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒടുവിൽ 2 മണിക്കൂർ നേരം അഭിഭാഷകനായ ജെയിംസ് ഡബ്സി വഴി ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം ആ അമ്മ കരഞ്ഞുകൊണ്ട് അവിടം വിട്ട് പോവുകയാണ്. ഇതിനിടെ ആൽബർട്ടിൻ്റെ മനോനില ശരിയല്ലെന്നും അതുകൊണ്ട് അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കരുതേ എന്നും അയാളുടെ വക്കീൽ വാദിച്ചു. അതോടെ കോടതി അത് പരിശോധിക്കുവാനായിട്ട് വിദഗ്ധരായിട്ടുള്ള ഏതാനും ഡോക്ടർമാരെയും സൈക്കോളജിസ്റ്റിനെയും ഏർപ്പെടുത്തി. അവർ പഠനം നടത്തിയ ശേഷം കൊടുത്ത റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു: ഈ മനുഷ്യന് 1ഉം 2ഉമല്ല 15ഓളം സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുണ്ട്. ലോകത്തിൽ ഇതുപോലൊരു സൈക്കോ ഇനി ജനിക്കുമോ എന്ന് പോലും സംശയമുണ്ട്. എങ്കിലും ഇയാൾ വധശിക്ഷയ്ക്ക് അർഹനാണ്. കാരണം നല്ലതേത് മോശമേത് എന്ന് ഇയാൾക്ക് കൃത്യമായിട്ടും അറിയാം. കാരണം മറ്റുള്ളവരുടെ കുട്ടികളെ ഇവൻ ഉപദ്രവിച്ചുവെങ്കിലും സ്വന്തം മക്കളെ നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. ഇതിനിടെ ആൽബർട്ടിൻ്റെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കുട്ടികൾ വേറെയും ഉണ്ടായിരുന്നു. ഒരിക്കൽ 3ഓളം കുട്ടികൾ ഒരു പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആൽബർട്ട് അവരുടെ അടുക്കൽ വന്നു. കുട്ടികളെ, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് അയാൾ ചോദിച്ചു. ആ കുട്ടികൾ വളരെ നിഷ്കളങ്കമായിട്ട് ഇല്ല, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്ന് മറുപടിയും പറഞ്ഞു. അപ്പോൾ അയാൾ, നിങ്ങൾ എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ വയറു നിറയെ ആഹാരമുണ്ട്, അത് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 3 കുട്ടികളും അയാളുടെ പിന്നാലെ നടന്നു. ആളൊഴിഞ്ഞൊരു വീട്ടിലേക്കാണ് അവൻ അവരെ നയിച്ചത്. ഇതിനിടെ ആൽബർട്ടിന് എന്തോ ആവശ്യത്തിന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായി. അതേസമയം ഈ കുട്ടികൾ അടിനിലയിലെ അയാളുടെ ബെഡ്റൂമിൽ കിടന്ന് തുള്ളിച്ചാടി വിനോദിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ആ ബെഡിൻ്റെ അടിയിൽ ആൽബർട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ ഒന്നൊന്നായിട്ട് നിലത്തേക്ക് വീണു. ഈ കാഴ്ച കണ്ട് അപകടം മണത്ത ആ കുട്ടികൾ
നിലവിളിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി ജീവനും കൊണ്ട് ഓടി. തൊട്ടു പിന്നാലെ ആൽബർട്ട് ഫിഷും. പക്ഷെ അവൻ ആ കുട്ടികളെ പിടികൂടുവാനായിട്ട് കഴിഞ്ഞില്ല. അവിടെ നിന്നും രക്ഷപ്പെട്ട 3 കുട്ടികളും ഉടനടി പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് ആ വീട്ടിലെത്തി അന്വേഷിച്ചതാണ്. പക്ഷെ ആൽബർട്ടിന്റെ പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ആ കുട്ടികൾ അവന്റെ കയ്യിൽ അകപ്പെട്ടിരുന്നുവെങ്കിൽ അവരുടെ അവസ്ഥയും ഇതൊക്കെ തന്നെ ആകുമായിരുന്നു. 1936 ജനുവരി 16 ആൽബർട്ട് ഫിഷിനെ വൈദ്യുത കസേരയിൽ ഇരുത്തി കൊലപ്പെടുത്തേണ്ട ദിവസം വരികയാണ്. അന്നേ ദിവസം അവന്റെ 6 മക്കളിൽ 3 പേർ അയാളെ സന്ദർശിച്ചു. രാത്രി 11 മണിക്ക് അവൻ അവസാനത്തെ ആഹാരം കഴിച്ചു. വൈദ്യുതിയുടെ സ്വിച്ച് ഓണാക്കുമ്പോൾ അവന്റെ കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഷോക്കിൽ അയാൾ മരിച്ചില്ല. അതിന് കാരണം അയാളുടെ ശരീരത്തിലുള്ള സൂചികളും പിന്നുകളുമായിരുന്നു എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി ഷോക്ക് കൊടുത്തു. അതോടെ ആ ക്രൂരമൃഗം അന്ത്യശ്വാസം വലിച്ചു. ആൽബർട്ട് ഫിഷ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞതും ജയിലിന് പുറത്ത് തടിച്ചുകൂടിയിരുന്ന ഇരകളുടെ കുടുംബാംഗങ്ങൾ ആഹ്ലാദ നൃത്തം ചവിട്ടി. നരഭോജിയായ ആൽബർട്ട് ഫിഷിന്റെ കഥ ഇവിടെ തീരുന്നു. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാം.